Good evening and welcome back, dear friends. ഞാൻ പറയുന്ന ഓഡിബിൾ ആണോടാ? അഖിൽ, ഗുഡ് ഈവനിങ്. പറയുന്ന ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ എന്ന് കമന്റ് ചെയ്യ്. കേൾക്കുന്നുണ്ടല്ലേ ആകാശ്? ഓഡിബിൾ ആണ്. ഓക്കെ, നമ്മള് ചെറിയൊരു ബ്രേക്ക് അല്ലെ, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ NTPC ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത്രയും കാലം നമ്മൾ അതായത് അവസാനത്തിന്റെ ആരംഭമാണ് അല്ലെ, നമ്മുടെ NTPC കോഴ്സിന്റെ അവസാനത്തിന്റെ ആരംഭമാണ്. ഇപ്പോഴും എക്സാം എന്നാന്ന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല അല്ലെ. സോ ഒരുപാട് സമയം ഇപ്പൊ നിങ്ങളെ മുന്നിൽ എന്താണ് പഠിക്കാൻ വേണ്ടി കിടക്കുകയാണ്. എത്ര സമയം നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, എങ്കിൽ പോലും ഒരു മാസമൊക്കെ എന്തായാലും കിട്ടുമായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇപ്പൊ ഇതാകണം മാത്സ് കൂടി എൻഡ് ചെയ്യാം അല്ലെ. മാത്സിന്റെ അവസാനത്തെ ടോപ്പിക്കാണത്. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, റിവൈസ് ചെയ്യാം. പഠിച്ച ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതിനെ പറ്റി ഏറ്റവും നല്ല ടൈമാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇത്. നമ്മൾ വിചാരിച്ച എന്തായിരുന്നു, നമ്മുടെ ഈ കോഴ്സ് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന് അവര് എന്താ പറയാ എക്സാം മൂഡിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയായിരുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇപ്പൊ സംഭവിച്ചത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്താ സംഭവിച്ചത്, നമ്മുടെ ഒരു മിനിറ്റടാ, സൗണ്ടിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പറഞ്ഞത്. ഇപ്പം ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? അതിനു വേണ്ടി ചെറുതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. സൗണ്ട് ഇപ്പം നേരത്തേക്കാളും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യ്. ആർക്കും തോന്നിയില്ല? അതൊന്ന് കമന്റ് ചെയ്യടാ. കേൾക്കുന്നുണ്ടോ? നേരത്തേക്കാളും ക്ലാരിറ്റി കൂടിയോ, കുറെ എന്താ ചെയ്തോ? നേരത്തെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്ലാരിറ്റി കറക്റ്റ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു മാത്സിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ നമുക്ക് ഓൾജിബ്രയില് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ അഡ്വാൻസ് മാത്സിനകത്ത് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് ഒന്നുണ്ട് നമ്മുടെ ഓൾജിബ്രക്കകത്തുണ്ട്. അതെല്ലാം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 2 hour കൊണ്ട് തീർക്കാനുള്ള സംഗതി എല്ലാ കണ്ടന്റ് ഉള്ളത്. അപ്പൊ ഞാൻ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഒക്കെ പല ചാപ്റ്ററുകളും ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാത്ത ഇക്വേഷൻസ് ആണ് നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻസ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if x plus y is equal to 8, product of x and y is 15. അതായത് x plus y യുടെ വാല്യൂ തന്നിട്ടുണ്ട്. x plus y is equal to 8 and product of x and y എന്ന് പറയുമ്പോൾ എന്താണ്,
എക്സ് വൈ ഇസ് ഈക്വൽ ടു 15 അല്ലെ. എക്സിന്റെയും വൈന്റെയും പ്രൊഡക്റ്റ് എന്താണ്? 15 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് റൈസ് വൈ റൈസ് ടു 4 എന്നുള്ളതാണ് അല്ലെ. സോ എക്സ് റൈസ് ടു 4ന്റെയും വൈ റൈസ് ടു 4ന്റെയും സമ്മാണ് കാണേണ്ടത്. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണെന്ന് അറിയണം അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണത്, എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കാണണം എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ അല്ലെ. എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ നിന്നും ഈ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ ആരൊക്കെ ഉണ്ടാവിടാ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം ഇതിന്റെ ഈ ജസ്റ്റ് കണ്ടന്റ് പറയാണ്. ഈ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy അല്ലേ. 2xy അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy അല്ലേ. സോ അതിനകത്ത് നിന്ന് എനിക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാത്രം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണടാ, 2xy മൈനസ് ചെയ്ത് കളയണം. കറക്റ്റ് അല്ലേ. ഈ 2xy പുറത്തേക്ക് വരുമ്പോൾ എന്താവും, അത് മൈനസ് ആയി മാറും അല്ലെ. സോ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണം, എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയറിൽ നിന്നും 2xy മൈനസ് ചെയ്ത് കളയണം. ക്ലിയർ ആണല്ലോ. സോ എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താടാ, 8ന്റെ സ്ക്വയർ അല്ലെ. 8ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു xy എന്താ, xy എന്ന് പറഞ്ഞാൽ 15 ആണ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, 64 മൈനസ് 30 അല്ലെ. 64 മൈനസ് 30 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ, 34 ആയിരിക്കും. എന്ത് 34 ആണ് എന്ത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സമ്മ് അല്ലെ. എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും സമ്മ് എന്താണ്, 34 ആണ്. ദെൻ നമുക്ക് വേണ്ട എന്താണ്, എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 ആണ് അല്ലെ. എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ എന്താടാ, എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ എന്നല്ലേ അല്ലെ. 2x സ്ക്വയർ വൈ സ്ക്വയർ എന്നല്ലേ. ദെൻ നമുക്ക് എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 34. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഹോൾ സ്ക്വയറിന് എന്ത് കുറക്കണം, അവിടെ 2x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് ചെയ്ത് കളയണം ആണല്ലോ. 2x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് ചെയ്ത് കളയണം. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 34 ആണ്. സോ 34ന്റെ സ്ക്വയറിൽ നിന്നും ആരെ മൈനസ് ചെയ്യണം, 2 ടൈംസ് ഓഫ് xy എന്ന് പറഞ്ഞാൽ എന്താണ്, 15 ആണ്. ദെൻ xyന്റെ ഹോൾ സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, xyന്റെ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ 15ന്റെ സ്ക്വയർ അല്ലെ. 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 34ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1156 മൈനസ് 2 ഇൻറ്റു 225 അല്ലെ. 15ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 ആണ് അല്ലെ. 1156 നിന്നും 1156 എന്ത് മൈനസ് ചെയ്യണടാ, 450 മൈനസ് ചെയ്ത് കളയണം. സോ ലാസ്റ്റ് എന്ത് വരണം, 6. എല്ലാത്തിലും ലാസ്റ്റ് 6 തന്നെയാണ് അല്ലെ. സോ 6 ദെൻ ബാക്കി എന്തുണ്ടാവും, 5 എന്ന് പറയുമ്പോൾ ഇവിടെ ലാസ്റ്റ് 0 ദെൻ 06 എല്ലാത്തിലും 06 ആണ്. ദെൻ ബാക്കി എന്തുണ്ടാവും, 7 അല്ലെ. 7 നോട്ട് 6 ഓപ്ഷൻ ക്ലിയർ ആണല്ലോ. ആരതി വെരി ഗുഡ്. നിങ്ങൾക്ക് ആൻസറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. 7 നോട്ട് 6 ആണ് വരുന്നത്, എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 വരുന്നത് അല്ലെ. 7 നോട്ട് 6 ആണ് എന്ത്, എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4ന്റെ ആൻസർ ക്ലിയർ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് a plus b is equal to 56 and a minus b യുടെ ഹോൾ സ്ക്വയർ is equal to 496 then find the product of a and b. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണത്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. a plus b യുടെ ഹോൾ സ്ക്വയർ is equal to a minus b യുടെ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടൈംസ് ഓഫ് ab. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ പല സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഇക്വേഷൻസ് ആണ്. a plus b യുടെ ഹോൾ സ്ക്വയർ is equal to a minus b യുടെ ഹോൾ സ്ക്വയർ പ്ലസ് 4ab. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, a പ്ലസ് ബി എന്താണ്, 56 ആണ്. ദെൻ a പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ എന്താ, 56ന്റെ സ്ക്വയർ അല്ലെ. 56ന്റെ സ്ക്വയർ മൈനസ് a മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്താണ്, 496 അല്ലെ. 496 is equal 56ന്റെ സ്ക്വയർ is equal to 496 പ്ലസ് എന്താണ് 4 ടൈംസ് ഓഫ് ab അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് ab ആണ് കാണാൻ പറഞ്ഞത് അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് ab എന്ന് പറയുമ്പോൾ എന്താണ്, a ഇൻറ്റു ബി ആണ് അല്ലെ. a ഇൻറ്റു ബി ആണ് കാണേണ്ടത്. ദെൻ ഇവിടെ എന്ത് വരും, 56ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 25 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 6 31 അല്ലെ. 31 36 അല്ലെ. 31 36 is equal to 496 പ്ലസ് 4 ടൈംസ് ഓഫ് a ഇൻറ്റു ബി ആണല്ലോ. ദെൻ 4 ടൈംസ് ഓഫ് a ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താവും,
3136 മൈനസ് 496 ആണ് അല്ലെ. ദെൻ 6ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 0. ദെൻ 3ൽ നിന്നും 13ൽ നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 4. ദെൻ ഇവിടെ എന്ത് വരും ബാക്കി? 11 അല്ലെ. 3 ദെൻ 2640 കറക്റ്റ് ആണല്ലോ അല്ലെ. 2640. ദെൻ എ ബി എന്ത് വരും? എ ബി is equal to 2640 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 6 4 24. ദെൻ ബാക്കി 24 660 അല്ലെ. എ ബി is equal to 660. ഓപ്ഷൻ ഡി അല്ലെ. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എ പ്ലസ് ബി ഡോൾ സ്ക്വയർ is equal to എ മൈനസ് ബി ഡോൾ സ്ക്വയർ പ്ലസ് 4ab എന്നുള്ളത്. ആൻസർ കറക്റ്റ് അല്ലടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഓൾജിബ്രയിൽ നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ റെയിൽവേ എന്നല്ല, അതല്ല നമ്മൾ CGL പോലും എന്താണ് ഓൾജിബ്രയിൽ വളരെ ബേസിക് ലെവലിൽ ഇത്തരം ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രയ്ക്കകത്തുള്ള എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിന് അത്യാവശ്യം വേണ്ട ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിനെ കൂടെ തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ റെയിൽവേക്ക് ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഓക്കെ. Then next question, very important. It is very important. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു പേപ്പറിനകത്തും കാണില്ല. ഇവിടെ നോക്കി എന്താണ് പറഞ്ഞത്? x+1/x ഇക്വേഷൻ എന്താണ്? x+1/x k ആണെങ്കിൽ x²+1/x² എന്താണ്? x²+1/x² k² - 2 ആണ്. ഓക്കെ, ഇക്വേഷൻ ആക്കി എഴുതി വെക്കുക. x+1/x k ആണെങ്കിൽ x²+1/x² k² - 2 ആണ്. അതുപോലെ തന്നെ x-1/x k ആണെങ്കിൽ if x-1/x ഇവിടെയും if x then x²+1/x² എന്ന് പറഞ്ഞാൽ എന്താണ്? k² + 2 ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും എഴുതി വെക്കുക. x+1/x k ആണെങ്കിൽ അതുപോലെ തന്നെ x-1/x k ആണെങ്കിൽ x²+1/x² ഇക്വേഷൻസ് k² - 2 k² + 2. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞാൽ എന്താ? x²+1/x² ആണ് കാണേണ്ടത്. x+1/x 3 ആണ് തന്നിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ. ദെൻ x²+1/x² എന്തായിരിക്കും? x²+1/x² എന്ന് പറയുമ്പോൾ k² - 2 അല്ലെ. k² - 2 ആണ്. സോ k എന്താണ് ഇവിടെ? ഇവിടെ kന്റെ പൊസിഷനിലുള്ളത് ആരാണ്? 3 ആണ് അല്ലെ. kന്റെ പൊസിഷനിലുള്ളത് 3 ആണ്. സോ ഇവിടെ എന്ത് വരും? 3² - 2 എന്ന് പറയുമ്പോൾ എന്താണ്? 9 - 2 എന്ന് പറയുമ്പോൾ 7 അല്ലെ. 9 - 2 പറയുമ്പോൾ 7. ഓപ്ഷൻ എ. Okay, then next question. x+1/x is equal to 42. Then x+1/x is equal to 42. Then the value of x³ + 1/x³. ഇക്വേഷൻ ഓർത്തിരിക്കുക. x+1/x k ആണെങ്കിൽ x³ + 1/x³ എന്നുള്ള എന്താണ്? k³ - 3 times of k ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ x-1/x k ആണെങ്കിൽ x³ - 1/x³ is equal to എന്താണ്? k³ + 3k. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്കുക. k³ - 3k ആൻഡ് k³ + 3k. ഇവിടെ എന്താ ചോദിച്ചത്? ഇവിടെ x³ + 1/x³ ആണ് ചോദിച്ചത് അല്ലെ. x+1/x എന്നിട്ടുണ്ട്. ദെൻ x³ + 1/x³. ദെൻ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ കയ്യിലുള്ള ഈ ഇക്വേഷൻ ആണ് അല്ലെ. k³ - 3k. ദെൻ k എന്ന് പറയുമ്പോൾ എന്താണ്? k എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? k ന്റെ പൊസിഷനിൽ ഉള്ളത് 42 ആണ് അല്ലെ. സോ 42 ആണ്. ദെൻ k³ - 3k. k³ - 3k എന്ന് പറയുമ്പോൾ എന്താവും? 42ന്റെ ക്യൂബ് - 3 × 42. ഇതാണല്ലോ നമുക്ക് കാണേണ്ടത് അല്ലെ. 42ന്റെ ക്യൂബ് - 3 × 42. അടാ ഇവിടെ നോക്ക്, ഇത് നമ്മൾ ഈ 42ന്റെ ക്യൂബ് ഒക്കെ കാണണം അല്ലെ. സോ ബെറ്റർ ഇവിടെ നോക്ക്, എല്ലാ ഡിജിറ്റുകളും വ്യത്യാസം ഉണ്ട് അല്ലെ. ആകെ 7 മാത്രമേ കോമൺ ആയിട്ട് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വ്യത്യാസം ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിജിറ്റൽ സം നോക്കുന്ന സമയത്ത് ഇവിടെ നോക്ക് 42 എന്ന് പറയുമ്പോൾ എന്താണ്? 6 അല്ലെ. 42ന്റെ ഡിജിറ്റൽ സം എന്താ? 6. 6ന്റെ ക്യൂബ് എന്താ? 6ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 216 മൈനസ് ഇവിടെ
3 × 42 അല്ലെ? അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ എന്ത് വരും? ഇത് ഓൾറെഡി ഒരു 3 ആണ്. ദെൻ ഈ 42 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? 42 പറയുമ്പോൾ 14 × 3 ആണ് അല്ലെ? സോ 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 3 × 3 എന്താണ്? 9 ആണ്. സോ ഈ 3 × 42 എന്തായിരിക്കും? ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. ഓക്കെ, 3 × 42 എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. ദെൻ ഇവിടെ നോക്ക്, ഈ പറഞ്ഞ 216 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഇത് ഡീറ്റെയിൽ സംബന്ധമാണ്. ഇവിടെയും 9 ആണ്. സോ ഇപ്പോൾ ആൻസർ എന്തായി? ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 മൈനസ് എന്ത് വരണം? മൾട്ടിപ്പിൾ ഓഫ് 9 എന്നുള്ളതാണ്. ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 നിന്നും മറ്റൊരു മൾട്ടിപ്പിൾ ഓഫ് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായിരിക്കും? ആൻസറും ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷനകത്തേക്ക് നോക്ക്. ഇവിടെ 7 ഉം 4 ഉം 11, 11 1 12 3 15. ഓപ്ഷൻ എ അല്ല അല്ലെ? ദെൻ ബിക്കകത്ത് ഇവിടെ 7 2 9, 6 3 9 9. സോ ഓപ്ഷൻ ബി ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇവിടെ 7 2 9, ഇവിടെ ഓൾറെഡി 9 ഉണ്ട്. 6 2 8. സോ ഇതല്ല. ദെൻ ഇവിടെ എന്താണ്? 9 ഇവിടെ ഉണ്ട്, 9 ഇവിടെ ഉണ്ട്. ദെൻ ബാക്കി 7 4 11, 11 2 13, 13 6 19. സോ ഇതുമല്ല. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? 73962 അല്ലേ? ആരതി ഗോപിക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഈ ഡിജിറ്റുകൾ, ഒരുപാട് വൃത്തികെട്ട ഡിജിറ്റുകൾ അല്ലെ? വൃത്തികെട്ടെന്ന് പറയല്ല, പക്ഷെ എന്താണ്, കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഇത്തരം സംഖ്യകൾ എന്ത് ചെയ്യാം? ഇത്തരം മെത്തേഡുകൾ യൂസ് ചെയ്യാം. അതായത് ഡിജിറ്റൽ സം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി, അതും പറ്റും. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാലും കിട്ടും, അതുപോലെ തന്നെ ഡിജിറ്റൽ സം നോക്കിയാലും കിട്ടും. ഓക്കെ, രണ്ടും കുഴപ്പമില്ല. യൂണിറ്റ് ഡിജിറ്റ് നോക്കുന്ന സമയത്ത് ഇതിൽ കറക്റ്റ് ആണ്, നിങ്ങൾ ഇതും കൂടെ ഓർത്തിരിക്കുക. യൂണിറ്റ് ഡിജിറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഓപ്ഷൻ അകത്ത് എന്ത് ചെയ്യരുത്? ഒന്നിലധികം ഓപ്ഷൻസ് ഈ പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റ് വരരുത് അല്ലെ? നമ്മൾ ഡിജിറ്റൽ സം വരുന്ന സമയത്തും നമ്മൾ അത് നോക്കുന്നുണ്ട് അല്ലെ? യൂണിറ്റ് ഡിജിറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെ? യൂണിറ്റ് ഡിജിറ്റ് പറയുമ്പോൾ ഓപ്ഷനകത്ത് എന്താണ്? 0 2 9 6 ആണ്. സോ നോ പ്രോബ്ലം, എല്ലാം ഡിഫറെന്റ് ആണ്. സോ ജസ്റ്റ് എന്ത് ചെയ്യാം? യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ തന്നെ ആൻസർ ആയി അല്ലെ? അതൊരു നല്ല മെത്തേഡാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സം നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഇത്തരം ഡീറ്റെയിൽ സം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P plus Q plus R is equal to 13. PQ plus QR plus RP is equal to 30. Then PQ plus QQ plus, അതായത് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ A plus B plus C minus 3ABC ക്കുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, സോറി, AQ plus BQ plus C cube minus 3ABC ക്കുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ A plus B plus C into A plus B plus C യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3 into AB plus BC plus AC. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. A plus B plus C into A plus B plus C യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3 into AB plus BC plus AC. അതൊരു ബ്രാക്കറ്റിനകത്ത്. ദെൻ അതുപോലെ തന്നെ A plus B plus C into A square plus B square plus C square minus AB minus BC minus AC. Okay, then അതുപോലെ A plus B plus C by 2 into A minus B യുടെ ഹോൾ സ്ക്വയർ പ്ലസ് B minus C യുടെ ഹോൾ സ്ക്വയർ പ്ലസ് C minus A യുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, then fourth equation A plus B plus C all by 2 into 3 times of A square plus B square plus C square minus of A plus B plus C യുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ AQ plus BQ plus CQ minus 3ABC യുടെ ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നമുക്ക് P plus Q plus R തന്നിട്ടുണ്ട്, PQ plus QR plus RP തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം അല്ലെ? സോ ഇവിടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ വരിക? AQ plus BQ plus CQ പകരം ഇവിടെ എന്താണ്? PQ plus QQ plus R cube ആണ്. ഒരു വ്യത്യാസമില്ല, സെയിം സംഭവമാണ്. Aയും Bയും Cയും മാറിയിട്ട് എന്തായി മാറി? Pയും Qയും R ആയി എന്നുള്ള ഒറ്റ ചേഞ്ച് ഇതിനകത്തുള്ളൂ. ദെൻ P plus Q plus നമ്മളെ ഇക്വേഷൻ എന്ത് വരും? P plus Q plus
ആറ് ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എന്ത് വരും 3 ഇൻറ്റു പി ക്യൂ പ്ലസ് ക്യൂ ആർ പ്ലസ് ആർ പി ആണല്ലോ. ദെൻ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്താ 13 ഇൻറ്റു 13ന്റെ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 30 അല്ലെ 3 ഇൻറ്റു 30 ആൻസർ എന്ത് വരും 13 ഇൻറ്റു 169 മൈനസ് 30 ഇൻറ്റു 3 എന്താണ് 90 അല്ലെ. സോ 90 പറയുമ്പോൾ ഇവിടെ 79 അല്ലെ. ദെൻ 13 ഇൻറ്റു 79 ആണല്ലോ. ദെൻ 9 ഇൻറ്റു 3 7 അല്ലെ. യൂണിറ്റ് ടീച്ച് നോക്കുന്ന സമയത്ത് 9 ഇൻറ്റു 3 എന്താണ് 7 ആണ്. സോ ആൻസർ എന്തായിരിക്കും 1027. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇക്വേഷൻസ് എഴുതി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് അറിയാന്നുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് ആണ് ആൻസർ അല്ലെ. വളരെ ഡയറക്റ്റ് ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. സോ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് 4 ബൈഹാർട്ട് ചെയ്യുക അല്ലെ. ഈ പറഞ്ഞ ഇക്വേഷന് എല്ലാം ക്ലിയർ ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ദെൻ ഇവിടെ വേണ്ട ഇക്വേഷൻ ഏതാണ്, നമ്മുടെ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ബാക്കിയുള്ള എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. Then next question. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് c-3 ഹോൾ ക്യൂബ്. ഇവിടെ a - b ഹോൾ ക്യൂബ്, a - b ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ a ക്യൂബ് മൈനസ് b ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a - b. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിന്ന് പഠിച്ചു വെക്കുക. ദെൻ എ ക്യൂബ് മൈനസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3a² b പ്ലസ് എന്താണ് 3ab² അല്ലെ. അതൊക്കെ ഇതിന്റെ ഇക്വേഷൻസ് തന്നെയാണ്. ദെൻ ഇവിടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, c-3 ഹോൾ ക്യൂബ് ആണ്. c-3 ഹോൾ ക്യൂബ് പറയുമ്പോൾ സി ക്യൂബ് ഇവിടെ നമ്മുടെ സെക്കൻഡ് ഫോം ആണുള്ളത് അല്ലെ. സെക്കൻഡ് ഫോമിലാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത് അല്ലെ. സെക്കൻഡ് ഫോമിന്റെ രീതിയിലാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്. സോ ഇവിടെ സി ക്യൂബ് ദെൻ മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതെന്താണ് 3 ആണ് ഇവിടെ ബിന്റെ പൊസിഷനിൽ. സോ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് -27 അല്ലെ. സോ -27 ഉള്ള രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഓപ്ഷൻ സിയും ഡിയും. ദെൻ സി ക്യൂബ് മൈനസ് 27 ദെൻ ബാക്കി എന്താണുള്ളത് -3a² b. ഇവിടെ a² b എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു 3 ഇൻറ്റു c² ഇൻറ്റു എന്ത് വരും 3 വരും. സോ -9c². ദെൻ ഇവിടെ എന്ത് വരും -9. ഇവിടെ രണ്ടും എന്താണ്, ഇവിടെ രണ്ടും മൈനസ് ആണ്. സോ ഈ ഓപ്ഷൻ ഇവിടെ 3 മൈനസ് ആണ്. സോ ഇങ്ങനെ ഒരു സംഗതി പോസിബിൾ അല്ല. സോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ സി ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഓപ്ഷൻ സി അല്ലെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, then next question. Find the value of a² plus b² plus c² minus 2ab plus 2ac minus 2bc. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഇതൊരു സ്ക്വയർ, അതായത് a plus b plus c യുടെ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ a plus b plus c എന്നുള്ള ഫോമിന്റെ ഹോൾ സ്ക്വയർ ആണ് ആക്ച്വലി ഇത് വന്നിരിക്കുന്നത്. a plus b plus c യുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇവിടെ a² plus b² plus c² then plus 2ab plus 2bc plus 2ac അല്ലെ. ഇതാണ് നമ്മുടെ a plus b plus c യുടെ ഹോൾ സ്ക്വയർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു പാർട്ടിൽ മൈനസ് ഉണ്ട്, ഈ ഒരു പാർട്ടിലും മൈനസ് ഉണ്ട് അല്ലെ. എ ബിക്കും മൈനസ് ഉണ്ട്, ബി സിക്കും മൈനസ് ഉണ്ട് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ആരാ, കോമൺ ആയിട്ടുള്ളത് ബി ആണ് അല്ലെ. സോ ബി ഉള്ള പാർട്ടിലൊക്കെ മൈനസ് വരുന്നുണ്ട്. എന്നാൽ എ ഉള്ളടത്തോ, ഇവിടെ എയും സിയും ഉള്ളടത്ത് പ്ലസ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇക്വേഷൻ ആക്ച്വലി എന്തായി മാറും, ഇവിടെ എ ബി ഉള്ള സമയത്ത് മൈനസ്, ദെൻ ബാക്കിയുള്ളത് രണ്ടും പ്ലസ് അല്ലെ. ഇതിന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലെ. എ മൈനസ് ബി പ്ലസ് സിയുടെ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലെ. സോ ഇവിടെ എന്ത് വരും, ഈ ബി വരുന്നിടത്തൊക്കെ മൈനസ് വരും, ഈ വരുന്നിടത്തൊക്കെ ഇതിനകത്ത് എന്ത് വരും, മൈനസ് വരും. ക്ലിയർ അല്ലേ? ദെൻ എ മൈനസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. സോ എന്റെ സ്ഥാനത്ത് എന്താണ് എക്സ് പ്ലസ് വൈ. സോ എക്സ് പ്ലസ് വൈ ദെൻ മൈനസ്
ബിയുടെ സ്ഥാനത്ത് എന്താണ് എക്സ് മൈനസ് വൈ ആണ്. സോ ഇവിടെ എന്ത് വരും എക്സ് മൈനസ് വൈ. ദെൻ പ്ലസ് എന്ത് വരും സി ഉണ്ട്. സി എന്ന് പറയുമ്പോൾ എന്താണ് 2x-1. സോ 2x-1 ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ് എന്ത് ആക്ച്വലി ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്ത് വരും എക്സ് മൈനസ് എക്സ് അല്ലെ, എക്സ് മൈനസ് എക്സ് പോയി. ദെൻ ബാക്കി എന്തുണ്ട് ഒരു 2x ഉണ്ട്. സോ 2x. ദെൻ ഇവിടെ y, ഇവിടെ മൈനസ് ഓഫ് മൈനസ് വൈ അല്ലെ, മൈനസ് ഓഫ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്താണ് പ്ലസ് വൈ. സോ y പ്ലസ് വൈ എന്താണ് 2y ആണ്. സോ പ്ലസ് 2y. ഇനി എന്താണുള്ളത് ഇവിടെ എക്സ് പോയി y പോയി, ഇനി ബാക്കി എന്താണുള്ളത് ഒരു -1 അല്ലെ, 2x + 2y - 1ന്റെ ഹോൾ സ്ക്വയർ. 2x + 2y - 1ന്റെ ഹോൾ സ്ക്വയർ. ഓപ്ഷൻ സി. ഇനി ഇത് വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ. എന്താണ് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സിന് 0യും y1 അല്ലെ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക അല്ലെ. ഞാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ഒക്കെ വളരെ എളുപ്പമാകാൻ വേണ്ടി 0യും 1ഉം കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തിട്ടും ഇവിടുന്ന് കറസ്പോണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതും കൂടെ ചെയ്ത് നോക്കുക. വാല്യൂ പുട്ടിംഗ് മെത്തേഡ് എന്ന് പറയും. സോ ഈ 0യും 1ഉം കൊടുക്കുമ്പോൾ എന്റെ ഒരു വാല്യൂ കിട്ടും അല്ലെ, എക്ക് ഒരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ബിക്ക് കറസ്പോണ്ട് ചെയ്തിട്ട് വാല്യൂ കിട്ടും, സിക്ക് കറസ്പോണ്ട് ചെയ്തിട്ട് വാല്യൂ കിട്ടും അല്ലെ. എക്കും ബിക്കും സിക്കും കറസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ വാല്യൂസ് കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എക്കും ബിക്കും സിക്കുള്ള വാല്യൂസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്നുള്ളത് അതിന് കാണാൻ പറ്റും അല്ലെ. ഇത്രയും ഭാഗത്തിന്റെ ആൻസർ അല്ലെ, എക്കും ബിക്കും സിക്കും ഒക്കെ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഇതിനകത്ത് കൊടുക്കുക അല്ലെ. a² + b² + c² - 2ab + 2ac - 2bc അകത്ത് എന്ത് ചെയ്യുക, എന്റെയും ബിന്റെയും സിന്റെയും ഇവിടുന്ന് കിട്ടിയ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും അല്ലെ. ഒരു ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ദെൻ ആ ന്യൂമറിക്കൽ വാല്യൂനെ ആയിരിക്കണ്ട ഇവിടെ ഓപ്ഷനകത്ത് ഉണ്ടാവുക. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരത്തെ കൊടുത്ത എക്സിന്റെയും വൈന്റെ വാല്യൂസ് എന്ത് ചെയ്യുക ഈ ഓരോ ഓപ്ഷനകത്തും കൊടുക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ആൻസർ അല്ലെ, ഈ ക്വസ്റ്റ്യനകത്ത് കിട്ടിയ ആൻസർ എവിടെയാണോ മാച്ച് ആവുന്നത് അതായിരിക്കും നിങ്ങൾ ഓപ്ഷൻ. സോ നിങ്ങൾ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ സി ആൻസർ ആയിട്ട് എവിടെയും കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇക്വേഷൻ അറിയാത്തൊരു കേസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു രീതിയിലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ സിമ്പിൾ വാല്യൂസ് കൊടുക്കുക. അതായത് 0, 1 പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ വളരെ ചെറുതേ വരുന്നുള്ളൂ അല്ലെ. വലിയ വലിയ വാല്യൂസ് 3, 4 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അവിടേക്ക് നിങ്ങൾക്ക് എന്ത് സ്ക്വയറും ക്യൂബും ഒക്കെ വരുന്ന ഇക്വേഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമുക്ക് വേണ്ട എന്താണ് പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്, അല്ല ഒരുപാട് ഇത് ചെയ്യുക എന്നുള്ളതല്ല അല്ലെ. സോ നിങ്ങൾ ആ രീതിയും കൂടെ എന്ത് ചെയ്യാം, വാല്യൂ പുട്ടിംഗ് മെത്തേഡും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x⁴ + 1/x⁴ is equal to 1154. എടാ ഇവിടെ ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്താണ്, x + 1/x തന്നിട്ട് തിരിച്ച് x² + 1/x², ദെൻ അവിടുന്ന് വീണ്ടും x⁴ + 1/x⁴ ആണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്, നേരെ റിവേഴ്സ് ആണ് ചോദിച്ചത് അല്ലെ. സോ x + 1/x നമുക്കറിയാം, x + 1/x k ആണെങ്കിൽ x² + 1/x² എന്തായിരിക്കും k² - 2 ആണ് അല്ലെ. ഇതിനെ ഞാൻ c കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ x⁴ + 1/x⁴ എന്താ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ ഇയാളുടെ സ്ക്വയർ ആയിരുന്നു, ഇവന്റെ സ്ക്വയർ ആയിരുന്നു ഇത്. ദെൻ ഇവന്റെ സ്ക്വയർ ആണ് x⁴, ഇവന്റെ സ്ക്വയർ ആണ് x⁴ 1/x⁴. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, c² - 2 എന്ന് വരും അല്ലെ. ഇയാളുടെ ആൻസർ c ആണെങ്കിൽ ഇവിടെ എന്ത് വരും, c² - 2 എന്ന് വരും. ഇനി ഇവിടെ നോക്ക്, ഇവിടെ പറഞ്ഞതാണ് x⁴ + 1/x⁴. ഇവിടെ നോക്കുക, എനിക്ക് ആദ്യമേ തന്നത് ഈ c² - 2 ആണെന്ന് വിചാരിച്ചു. c² - 2 ആണെങ്കിൽ ഞാൻ റിവേഴ്സ് പോകണം അല്ലെ. എനിക്ക് വേണ്ട എന്താണ്, ഈ x⁴ + 1/x⁴ കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് x² + 1/x² വാല്യൂ കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം സ്ക്വയർ എടുത്തു പിന്നീട് മൈനസ് ചെയ്തു. സോ എനിക്ക് ഓൾറെഡി കിട്ടിയ റിസൾട്ട് ആണ് ഇവിടെ അല്ലെ. ഈ c² - 2ന്റെ റിസൾട്ട് ആണ് എന്ത് ഈ തന്നിരിക്കുന്ന 1154. സോ ഞാൻ എന്ത് ചെയ്യണം, നേരെ തിരിച്ചു പോകണമെങ്കിൽ അവിടെ മൈനസ് എടുത്തതിന് ശേഷമാണ്, -2 എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത് കിട്ടിയത്. സോ ഞാൻ എന്ത് ചെയ്യണം, റിവേഴ്സ് പോകുമ്പോൾ +2 എടുക്കണം. സോ 1154 അല്ലെ, 1154 + 2. ഇനി സ്ക്വയർ -2 അല്ലെ, +2 ആ ഈ സംഭവത്തെ ഞാൻ കളഞ്ഞു. ഇനി എന്തുണ്ട്, ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. സോ ഞാൻ അവിടെ എന്ത് ചെയ്തു, സ്ക്വയറിനെ കളയാൻ വേണ്ടി റൂട്ട് എടുത്തു. സോ എന്തായി, ഇപ്പൊ സംഗതി മൊത്തം എടുത്ത നമ്മൾ ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ റിവേഴ്സ് പോകുന്നു അല്ലെ. സ്ക്വയറിന് പകരം റൂട്ട് എടുത്തു, അതുപോലെ തന്നെ പ്ലസിന് പകരം മൈനസ് എടുത്തു അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് വരിക. ദെൻ √ എന്ത് വരും, 1156 അല്ലെ. ഇതിന്റെ വാല്യൂ എന്താണ്, ഇതിന്റെ നേരെ റൂട്ട് എന്ന് പറയുമ്പോൾ x² + 1/x² വാല്യൂ എന്താണ്, x² + 1/x² വാല്യൂ എന്താണ്, √1156 എന്ന് പറയുമ്പോൾ എന്താണ് 34 അല്ലെ. ദെൻ ഈ 34 ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, k² - 2 എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ -2 ചെയ്തതിനു ശേഷം എനിക്ക് 34 കിട്ടിയത്. സോ ഞാൻ വീണ്ടും തിരിച്ചു പോകണം, കാരണം എനിക്ക് ഇപ്പൊ x² + 1/x² എത്തിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടതാണ് അതിന്റെ മുകളിലുള്ള x + 1/x ആണ്. സോ
എക്സ് പ്ലസ് 1/x അപ്പൊ എന്ത് വരടാ, എക്സ് പ്ലസ് 1/x എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം, -2 ശേഷമുള്ള ആൻസർ ആണിത്. സോ ഞാനത് റിവേഴ്സ് പോകണമെങ്കിൽ +2 അല്ലെ, 34 + 2 34 + 2 34 + 2 അല്ലെ എന്ന് പറഞ്ഞാൽ 36. കഴിഞ്ഞില്ല, ഇവിടെ എന്ത് വേണം, സ്ക്വയർ -2ന്റെ ആൻസർ ആണത്. സോ ഞാൻ എന്ത് ചെയ്തു, റിവേഴ്സ് പോകുമ്പോൾ +2 എടുത്തു, സ്ക്വയർ എടുത്തു പകരം റൂട്ട് എടുത്തു അല്ലെ, റൂട്ട് എടുത്തു. ദെൻ ഇവിടെ എന്ത് വരും, √36 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്, 6 അല്ലെ. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ രണ്ടും ഉണ്ടാവാം നിങ്ങളോട്. ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, റിവേഴ്സ് പോകുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ആകെ എത്ര ആ സ്റ്റെപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് ഒന്ന് സ്ക്വയർ -2 ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ട് തിരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എക്സ് പ്ലസ് 1/x ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, -2 എടുത്തെടുത്ത് പകരം ആദ്യം എന്ത് ചെയ്യണം, +2 എടുക്കുക. ദെൻ നമ്മൾ ആദ്യം അവിടെ ചെയ്തത് എന്തായിരുന്നു, സ്ക്വയർ എടുക്കായിരുന്നു. സ്ക്വയറിന് പകരം അതിന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് എടുക്കണം. സോ 2 ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. റിവേഴ്സ് പോകുന്ന മെത്തേഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ, പറഞ്ഞു ക്ലിയർ അല്ലേ, കൺഫ്യൂഷൻ ഒന്നും പാടില്ല. The next question. 2x into x plus y plus z is equal to 250. 2y into x plus y plus z is equal to 100. Then and 2z into x plus y plus z is equal to 100. രണ്ടും അത് തന്നെയാണ്. സോ ഇവിടെ നോക്ക്, ഈ 2ഉം 250 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 125 അല്ലെ. ഈ 2ഉം ഈ 100ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, 50 ഉണ്ട്. ഈ 2ഉം ഈ 100ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 50 ഉണ്ട് അല്ലെ. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്താണ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ്. അതുപോലെ തന്നെ വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, 50 ആണ്. ദെൻ സിമിലർലി സെഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, 50 ആണ് അല്ലെ. എക്സ് ഇൻറ്റു, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻസ് എല്ലാം ആഡ് ചെയ്യാണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എല്ലാത്തിനും കോമൺ ആയിട്ട് അല്ലെ. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇനി ഇവിടെ എന്തുണ്ടാവും, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു വൈ, ഇവിടെ ഒരു സെഡ്. അത് കോമൺ ആയിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പുറത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, എക്സ് പ്ലസ് ഈ പറഞ്ഞ എക്സ് മുകളിലുണ്ടായിരുന്ന എക്സ് വൈ സെഡും കൂടെ ആഡ് ചെയ്യാനാവും. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 50 + 50 100, 100 + 125 എന്താണ്, 225 അല്ലെ, 225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന്റെ ഹോൾ സ്ക്വയർ ആണെന്ത്, 225 എന്ന് പറയുമ്പോൾ എന്താണ്, 15 സ്ക്വയർ അല്ലെ, 15 സ്ക്വയർ. ദെൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്താണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 15 ആണ് അല്ലെ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന്റെ വാല്യൂ എന്താണ്, 15 ആണ്. ഇനി തീർന്നില്ല, നമ്മളോട് പറഞ്ഞു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന്റെ വാല്യൂ 15 ആണ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം എന്താണ്, ഇത് 15 ആണ് എന്ന് പറയുമ്പോൾ എക്സ് എന്തായിരിക്കും, എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് എക്സ് എന്ത് കിട്ടും, എക്സ് ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 15 അല്ലെ. ദെൻ വൈ ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, നമ്മുടെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 15. ആൻഡ് ഓൾസോ സെഡ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 15. ക്ലിയർ ആണല്ലോ. ഈ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, 25 ഡിവൈഡഡ് ബൈ 3. ദെൻ ഇവിടെ എന്ത് വരും, 5 കൊണ്ടാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 3. ഇവിടെ എന്തുണ്ടാവും, 10 ഡിവൈഡഡ് ബൈ 3. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3x + 6y + 15z ആണ് അല്ലെ. 3x + 6y + 15z എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് 3 × 25/3 + 6 × 10/3 + 15 × 10/3 അല്ലെ. ദെൻ ആൻസർ എന്ത് വരും, 3 3 കട്ട് ചെയ്ത് പോയി. ദെൻ ഇവിടെ 2 വരും. ദെൻ ബാക്കി എന്തുണ്ടാവും, 5 എന്ന് പറയുമ്പോൾ 25 + 20 + 50. സോ 50 + 45 എന്ന് പറയുമ്പോൾ എന്താണ്, 95 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ. ഓപ്ഷൻ ബി. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, കുറച്ച് ചെയ്യാണ്ട്. പക്ഷേ കാൽക്കുലേഷൻ വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്.
നമുക്ക് അറിയാത്ത വാല്യൂസ് ഇതിനകത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മാക്സിമം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മടുത്ത് തുടങ്ങുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഇക്വേഷൻസ് ബൈ ഹാർട്ട് കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്ന ഒരു പോസിറ്റീവ് മാർക്കാണ്. വെറുതെ കളയരുത്. ഇക്വേഷൻസ് മാത്രമേ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് റെയിൽവേ എക്സാംസിന്. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് മാത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻസ് മാത്രമാണ് ശരിക്കും ഓൾജിബ്ര റെയിൽവേയിൽ. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc is equal to 0. Then find the value of a square by bc plus b square by ac is equal minus 3. അല്ലേ? ഇവിടെ നോക്കടാ, ഞാൻ ഇതില് മുകളിലും താഴെയും നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി അല്ലേ? ഇനി ഒരു -3 കൂടെ ഉണ്ട്, അതോടെ നിൽക്കട്ടെ. ദെൻ ഞാനിവിടെ മുകളിലും താഴെയും ഈ ഇക്വേഷൻ എന്ത് ചെയ്തു? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ മുകളിലും താഴെയും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ദെൻ ഇതെന്തായി മാറും? ഇപ്പോൾ ഇവിടെ എ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി സി പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി സി എന്നായില്ലേ? ഒരു -3 കൂടെ ഉണ്ടാവും അല്ലെ? എ ക്യൂബ് ഡിവൈഡ് ബൈ എ ബി സി പ്ലസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ ബി സി. ഇനി നോക്കടാ, ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കോമൺ ആയിട്ടാണ് എ ബി സി അല്ലെ? നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആണ്. സോ ന്യൂമറേറ്റർ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി സി -3 എഴുതി കൂടെ അതിനെ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി സി -3 എന്ന് എഴുതാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് എ ക്യൂബ് അല്ലെ, ഇതെന്താണ് ശരിക്ക്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈ ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ രണ്ടാളുകൾ എന്ത് ചെയ്യും? ഇക്വേഷന്റെ അപ്പുറത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ എന്താവും? നമ്മുടെ 3abc മൈനസ് സി ക്യൂബ് എന്ന് വരൂലേ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്തായി മാറും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു 3abc മൈനസ് സി ക്യൂബ്. ഇവിടെ നോക്ക്, ഇവിടെ എന്താ വേണ്ടത് എനിക്ക്? ഇവിടെ വേണ്ടത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആയിരുന്നു അല്ലെ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താടാ? 3abc മൈനസ് സി ക്യൂബ് ആണ് അല്ലെ? 3abc മൈനസ് സി ക്യൂബ് ഡിവൈഡഡ് ബൈ abc -3 എന്നുള്ളതാണ് അല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ട് ടേംസ് ആണ്. സോ 3abc ബൈ abc മൈനസ് സി ക്യൂബ് ബൈ abc മൈനസ് ഓൾറെഡി ഉള്ളൊരു 3 ഉണ്ട് അല്ലെ? ദെൻ എന്ത് ചെയ്യാം? ഈ abcയും കട്ട് ചെയ്ത് പോയി. ദെൻ ഇവിടെ എന്തുണ്ടാവും? ഇതിലൊരു സി പോയിട്ട് ബാക്കി സി ക്യൂബ് പോയിട്ട് സി സ്ക്വയർ ആവും. ഈ സി നൈറ്റ് അത് കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ടാവും? ബാക്കി നമുക്ക് ഞാനിത് ഇപ്പുറത്ത് എഴുതാം. ബാക്കി എന്ത് കിട്ടും? 3abc ബൈ abc എന്ന് പറയുമ്പോൾ 3 അല്ലെ? 3 മൈനസ് സി സ്ക്വയർ ബൈ ab -3. ഈ സിയും ഈ 3യും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ടാവും? മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ab മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ab. ഓപ്ഷൻ എ അല്ലേ? ക്ലിയർ ആണോ? അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളൊരു വാച്ച് ചെയ്യാനുള്ള സ്കില്ലാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് വരുത്താൻ പറ്റുമോ എന്നുള്ളത്. സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ab. ഓക്കെ, then next question. If x square minus 4x plus 1 is equal to, ഇപ്പം എടാ ഇതുവരെ നമ്മളോട് ചോദിച്ചാൽ എന്തായിരുന്നു? എക്സ് പ്ലസ് 1/x ഡയറക്റ്റ് തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആയിരുന്നു, അല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ആയിരുന്നു, അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് ആയിരുന്നു അല്ലെ? പക്ഷേ ഇവിടെ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്താണ്? അതിന്റെ ചെറിയൊരു ഡൈവേർഷൻ ആണ്, ചെറിയൊരു ചേഞ്ച് അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് അറിയുന്ന ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ആകെ ചെയ്യേണ്ടത്. ഓക്കെ, സോ എക്സ് സ്ക്വയർ മൈനസ് 4x plus 1 ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യാണ്. ഓക്കെ, എല്ലാ ടേംസിനും ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് പറയും? എക്സ് സ്ക്വയർ മൈനസ്
4x plus 1 all divided by x എന്നാവില്ലേ? ഈക്വൽ ടു ഇവിടെ എന്ത് വരുന്നുണ്ടാവും? ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 0 ആണുള്ളത് അല്ലെ? 0 ബൈ എക്സ് എന്താണ്? 0 തന്നെയാണ്. സോ എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ത് വരൂടാ? എക്സ് അല്ലെ? മൈനസ് 4 അല്ലെ? 4x എക്സും 4x ഡിവൈഡ് ബൈ എക്സ് എന്ത് വരും? എക്സ് വരും. പ്ലസ് എന്ത് വരും? 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഒരുമിച്ച് ചെയ്താൽ അല്ലെ? ഈ എക്സിനെ ഈ പ്ലസ് 1 ബൈ എക്സിനെ ഒരുമിച്ച് ചെയ്താൽ സോ എക്സ് പ്ലസ് 1 ബൈ എക്സ്. ദെൻ ഇവിടെ ഒരു -4 ഉള്ളത്. ഈ -4 ഞാൻ ഇപ്പുറത്തേക്ക് ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് +4 ആയി മാറും. സോ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ളതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താക്കണം? എനിക്ക് അറിയുന്ന ഫോമിലേക്ക് മാറ്റണം അല്ലെ? എക്സ് പ്ലസ് 1 ബൈ എക്സ് കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്താ? കെ സ്ക്വയർ മൈനസ് 2 അല്ലെ? അത് ഏത് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും പറഞ്ഞുതരും. കാരണം ഈ ഇക്വേഷൻ പഠിച്ച ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും? ഏത് നട്ടപാതിരാക്കും പറയാൻ അവന് പറ്റണം. സോ എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താ? കെ സ്ക്വയർ മൈനസ് 2 അല്ലെ? സോ ഇവിടെ എന്ത് വരും? നമ്മുടെ എക്സ് പ്ലസ് 1 ബൈ എക്സ് അല്ലെ? എക്സ് പ്ലസ് 1 ബൈ എക്സ് 4 ആണ്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്താ? 4 സ്ക്വയർ മൈനസ് 2 ആണ് അല്ലെ? ദെൻ ഇവിടെ എന്ത് വരും? 16 മൈനസ് 2 എന്ന് പറയുമ്പോൾ 14. ഇതൊരു പണിയേ അല്ല അല്ലെ? ഇതിൽ ആകെ എടുക്കേണ്ട പണി എന്താണ്? ഈ ഒരു ഫോമിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ആളെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ക്വസ്റ്റ്യൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി വേണമെങ്കിൽ എക്സാമിനർക്ക് അറിയാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഓപ്ഷൻ എ ഇതെന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഡിഫറെന്റ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വേണ്ട എന്താണ്? വെറൈറ്റി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങളുടെ പ്രാക്ടീസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആകില്ല ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇക്വേഷൻസ് പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇക്വേഷൻസ് പഠിച്ചിട്ട് അങ്ങനെ തന്നെ ഇക്വേഷൻസ് ചോദിക്കുക. അത് ഒരിക്കലും ബോർഡ് എക്സാം അല്ല. നിങ്ങൾ വേണ്ടത് എന്താണ്? എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ മോക്കുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എടുത്തിട്ട് പഠിക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ? സോ നിങ്ങൾ വേണ്ടത് എന്താണ്? ക്ലാസ് കാണുക, ക്ലാസ് കാണുന്നതിന് ശേഷം നോട്ട് എഴുതുക, ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. മാത്രമല്ല ഈ ഓൾജിബ്രയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ? ഇക്വേഷൻസ് നിങ്ങൾ 1-2 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഓക്കെ എനിക്കറിയാം. പക്ഷെ എക്സാം ഹാളിനകത്ത് ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരേ ഇക്വേഷൻസ് ഒരേ കാര്യത്തിന് 2, 3, 4 ഇക്വേഷൻസ് എന്റെ കയ്യിൽ. ഇപ്പൊ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ ലെങ്തി ആയിട്ടുള്ള വലിയൊരു ഇക്വേഷൻസ് എഴുതി അല്ലെ? 4 ഇക്വേഷൻസ് ഒരേ സംഭവത്തിന്. എന്താണത്? a³ + b³ + c³ - 3ab/c എന്ന് പറഞ്ഞാൽ 4 ഇക്വേഷൻസ് എഴുതിയത്. ഈ 4 ആരെ പിക്ക് ചെയ്യണം എന്നുള്ളത് ആരാണ്? അത് ഞാൻ തീരുമാനിക്കണം അല്ലെ? അത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. ഈ 4 ഇക്വേഷൻസും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പണിയല്ല. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? പ്രാക്ടീസ് അല്ലെ? അവിടെയാണ് നിങ്ങളുടെ പ്രാക്ടീസ് വേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻസ് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക, അത് വീണ്ടും റിവൈസ് ചെയ്യുക, മറക്കാതിരിക്കുക. ദെൻ എക്സാമിലേക്ക് എന്ത് ചെയ്യുക? അത് അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇത്രയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a plus b is equal to 10 and a square plus b square is equal to 68, find a³ plus b³. പെട്ടെന്ന് ചെയ്തോ. ഇതൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്. ഇക്വേഷൻ ആണെങ്കിൽ ഞാൻ എഴുതി തരാം. a³ plus b³ എന്ന് പറയുമ്പോൾ a plus b into a plus b യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3ab. then ചെയ്തോ. a³ plus b³ is equal to a plus b into a plus b യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3ab. പെട്ടെന്ന് ചെയ്തോ. ഓപ്ഷൻ സി. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ 520 കോപ്പിക്ക. വെരി ഗുഡ്, വെരി ഗുഡ്. എടാ a³ plus b³ is equal to a plus b into, എനിക്ക് a plus b അറിയാം അല്ലെ? a plus b അറിയാം. a plus b യുടെ ഹോൾ സ്ക്വയർ എന്ന് കാണാം. പക്ഷെ ab എനിക്ക് അറിഞ്ഞൂടാ അല്ലെ? ab അറിഞ്ഞൂടാ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ab കാണണം. എന്ന് പറയുമ്പോൾ a plus b യുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? a square plus b square plus 2 times of ab എന്നുള്ളതാണല്ലോ അല്ലെ? a square plus b square plus 2 times of ab. then a plus b 10 ആണെങ്കിൽ 10ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു a square plus b square സം എന്താ? a square plus b square സം 68. then 68 plus 2 times of a into b. then ഇവിടെ 100 അല്ലെ? 100 - 68 ആയിരിക്കും എന്ത്?
നമ്മുടെ 2 ടൈംസ് ഓഫ് എ ബി എന്നുള്ളത്, ദെൻ നമുക്ക് എ ബി എന്ത് കിട്ടും? എ ബി is equal to 100 മൈനസ് 68 എന്ന് പറയുമ്പോൾ എന്താണ്? 32 അല്ലെ? 32/2 എന്ന് പറയുമ്പോൾ 16 ആണ് എന്ത്? നമ്മുടെ എ ബി അല്ലെ? എ ബിയുടെ വാല്യൂ 16 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം എ പ്ലസ് ബി പറയുമ്പോൾ 10, ദെൻ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10ന്റെ സ്ക്വയർ മൈനസ് 3 ടൈംസ് ഓഫ് എ ബി എന്താണ്? എ ബി 16, 3 ടൈംസ് ഓഫ് 16. ആൻസർ എന്താ? 10 into 100 മൈനസ് 48 അല്ലെ? 16 into 3 48, ദെൻ 52 അല്ലെ? 100 48 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 52. ആൻസർ എന്താണ്? 52 into 10 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? 520 അല്ലെ? ആരതി, അവണി, വെരി ഗുഡ്. Then next question. പെട്ടെന്ന് ചെയ്തോ. ഫോർട്ടി എക്സ് സ്ക്വയർ is equal to 334 സ്ക്വയർ മൈനസ് 134 സ്ക്വയർ. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാം, ഇതൊക്കെ നിങ്ങൾ കാണുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും അല്ലെ? അത്രേ ഉള്ളൂ. RRB NTPCക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ഓൾജിബ്രയുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? വളരെ സിമ്പിൾ ആണത്. പെട്ടെന്ന് ചെയ്തോ. 40 എക്സ് സ്ക്വയർ is equal to 334 സ്ക്വയർ മൈനസ് 134 സ്ക്വയർ. കമന്റ് ചെയ്യ്. ആരെങ്കിലും? ഓപ്ഷൻ എ 40 എക്സ് സ്ക്വയർ is equal to 334 സ്ക്വയർ മൈനസ് 134 സ്ക്വയർ ആണല്ലോ അല്ലെ? നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താടാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ദെൻ ഇവിടെ എന്താണ്? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലുള്ളത്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 334 പ്ലസ് 134 ഇൻറ്റു, അതായത് എ പ്ലസ് ബി അല്ലെ? ഇൻറ്റു എന്ത് ചെയ്യണം? ഒരു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 334 മൈനസ് 134 എന്ന് എഴുതാൻ പറ്റും അല്ലെ? ദെൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 334 പ്ലസ് 134 എന്ന് പറയുമ്പോൾ 468 അല്ലെ? 468 ഇൻറ്റു 334 134 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 200 അല്ലെ? ദെൻ ഇതെന്താണ്? 40 എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് എന്ത്? ഈ പറഞ്ഞ 468 ഇൻറ്റു 200. ഈ 40 നമുക്ക് എന്ത് ചെയ്യാം? 200 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ദെൻ എക്സ് സ്ക്വയർ എന്താടാ? നമുക്ക് ഒരു സംഖ്യയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള എന്താണ്? ഏറ്റവും എളുപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ നേരെ ഈ തന്നിരിക്കുന്ന സംഖ്യ ആരെ കൊണ്ടാണോ 5നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അയാളുടെ ഹാഫ് എടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ദെൻ 468ന്റെ ഹാഫ് 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 468ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? 234 അല്ലെ? 234, ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. സോ ആൻസർ ആയി എക്സ് സ്ക്വയർ is equal to എന്താണ്? 2340. ഇനി നിങ്ങൾ ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ ചോദിക്കുന്നത്, ഡിവൈഡഡ് ബൈ 5 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡബിൾ എടുക്കുക, ഒരു പോയിന്റ്, ഒരു ഡെസിമൽ ലാസ്റ്റ് പോയിന്റ് ഡിജിറ്റിൽ നിന്നും ഒരു പുറത്തേക്ക് എന്ത് ചെയ്യുക? ഡെസിമൽ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തേക്ക് ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ അത്രേ ഉള്ളൂ. ദെൻ ഇൻറ്റു 5 ആണെങ്കിലും ഡിവൈഡ് ബൈ 5 ആണെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എക്സ് സ്ക്വയർ is equal to 2340. ഓപ്ഷൻ എ. ഇതാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ.
ആൻസർ പറയും. പി ബൈ ക്യൂ. പി എന്ന് പറഞ്ഞാൽ 2+√3, ക്യൂ എന്ന് പറയുമ്പോൾ 2-√3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ബൈ ക്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി. എടാ ഇവിടെ നോക്ക്, ഈ 2+√3, 2-√3 ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവര് ഒരാൾ മറ്റേ ആളുടെ കോഞ്ചുഗേറ്റ് ആണ് അല്ലെ. 2+√3യുടെ കോഞ്ചുഗേറ്റ് ആണെന്ത്? 2-√3. സോ ഇവിടെ നോക്കുക, ഇത്തരം കേസുകൾ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു 1/q ആണ് അല്ലെ. പി ഈസ് ഈക്വൽ ടു 1/q ആണ്. ദെൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്ക്, കാണേണ്ടത് എന്താണ്? കാണേണ്ടത് പി ബൈ ക്യൂ ആണ്. ഈ പി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/p ആണ്. 1/p എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? p² അല്ലെ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് എന്താ മതി? p² കണ്ടാൽ മതി അല്ലെ. p² എന്ന് പറയുമ്പോൾ എന്താണ്? p എന്ന് പറയുമ്പോൾ നമ്മുടെ 2+√3 ആണ്. സോ p² എന്താണ്? p² എന്ന് പറയുമ്പോൾ 2+√3യുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4+3 7 അല്ലെ. പ്ലസ് എന്തുണ്ടാവും? ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതാം. 2ന്റെ സ്ക്വയർ പ്ലസ് √3യുടെ സ്ക്വയർ പ്ലസ് 2 × 2 × √3 അല്ലെ. 2 × 2 × √3 ആണ്. ദെൻ ഇവിടെ 4 പ്ലസ് √3യുടെ സ്ക്വയർ എന്താ? 3 അല്ലെ. 3 പ്ലസ് ബാക്കി എന്തുണ്ടാവും? 4 √3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 7+4√3 അല്ലെ. 7+4√3. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം. ഓപ്ഷൻ എന്താണ്? 7+4√3 ഡിവൈഡഡ് ബൈ 1. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് പി ബൈ ക്യൂ അല്ലെ. പി ബൈ ക്യൂ ആണ് കാണേണ്ടത്. സോ പി ബൈ ക്യൂ ഈക്വൽ ടു പി എന്താ? പി എന്ന് പറയുമ്പോൾ 2+√3. ദെൻ ക്യൂ എന്താ? 2-√3 അല്ലെ. 2+√3 ഡിവൈഡ് ബൈ 2-√3. ഇത്രയും കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? കോഞ്ചുഗേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ദെൻ 2- അതായത് ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ 2+√3 അല്ലെ. 2+√3. ദെൻ താഴെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2+√3. ദെൻ 2+√3 എന്ത് ചെയ്യാം? മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഇവിടെ എന്ത് വരും? 2+√3 × 2+√3 എന്ന് പറയുമ്പോൾ എന്താണ്? 2+√3യുടെ ഹോൾ സ്ക്വയർ അല്ലെ. 2+√3യുടെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? a+b അല്ലെ. ഇതെന്താണ്? a-b ഫോമിലാണ്. ഇതെന്താണ്? a+b ഫോമിലാണ്. സോ a-b × a+b എന്താ? a² - b² അല്ലെ. a² - b² എന്ന് പറയുമ്പോൾ a എന്ന് പറയുമ്പോൾ 2 ആണ്. 2ന്റെ സ്ക്വയർ 4. √3 ആണ് b എന്ന് പറയുമ്പോൾ bന്റെ സ്ക്വയർ എന്താണ്? √3യുടെ സ്ക്വയർ 3. സോ 4 - 3 എന്താ? 1 ആണ് അല്ലെ. ദെൻ അവിടെ എന്ത് വരും? 2+√3യുടെ ഹോൾ സ്ക്വയർ എന്താ? 2+√3യുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 7+√3. ദെൻ താഴെ ഓൾറെഡി ഡിവൈഡ് ബൈ 1 അല്ലെ. രണ്ട് രീതി വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. രണ്ടും സെയിം തന്നെയാണ്. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. a⁻²x is equal to b, b⁻²y is equal to c, c⁻²z is equal to a, then the value of x, y, z is. റിട്ടേൺ ചെയ്തോ? ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പറ്റും. റിട്ടേൺ ചെയ്തോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഓൾജിബ്രയുടെ ലെവൽ എന്നുള്ളത് അല്ലെ. RRB എക്സാംസിന് ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. a⁻²x is equal to b, b⁻²y is equal to c, and c⁻²z is equal to a. Then the value of x, y, z. അറിയാൻ കിട്ടിയോ? a⁻²x is equal to b. Then ഇവിടെ നോക്കുക,
എ റൈസ് ടു 2x ഈസ് ഈക്വൽ ടു എന്താണ് ബി ആണ്. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ബി റൈസ് ടു 2y ഈസ് ഈക്വൽ ടു സി ആണ്. സോ ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 2x ആണ്. സോ ബി റൈസ് ടു 2y ഈസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? ബി എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 2x ആണ്. സോ എ റൈസ് ടു 2x ദെൻ ബി ആയിട്ടുള്ള പവറിൽ 2y ഉണ്ട് ഈസ് ഈക്വൽ ടു സി ആണ് അല്ലെ. എ റൈസ് ടു 2x ഓൾ റൈസ് ടു 2y ഈസ് ഈക്വൽ ടു സി. ദെൻ ആൻസർ എന്താണ്? എ റൈസ് ടു 2 into 2x into 2y എന്ന് പറയുമ്പോൾ 4xy ഈസ് ഈക്വൽ ടു എന്താണ്? സി ആണ് അല്ലെ. എ റൈസ് ടു 4xy ഈസ് ഈക്വൽ ടു സി. ദെൻ സി റൈസ് ടു 2z ഈസ് ഈക്വൽ ടു എ ആണ് അല്ലെ. സി റൈസ് ടു 2z ഈസ് ഈക്വൽ ടു എ. ദെൻ നമുക്ക് എന്താ അറിയാൻ പറ്റും? സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 4x ആണ് അല്ലെ. 4xy ആണ്. സോ സി എന്ന് പറഞ്ഞാൽ ഈ സിക്ക് പകരം സി എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 4xy ആണ്. സോ ഇവിടെ എന്ത് ചെയ്യാം? എ റൈസ് ടു 4xy ദെൻ എ റൈസ് ടു 4xy ദെൻ ഇതിപ്പോ സി ആയിട്ടുള്ളൂ. അതിന്റെ പവറിൽ എന്തുണ്ട്? 2z ഉണ്ട്. പവറിൽ 2z ഈസ് ഈക്വൽ ടു സി ആണ് അല്ലെ. സോറി, ഈസ് ഈക്വൽ ടു എ ആണ്. ദെൻ എ റൈസ് ടു 4xy ഇൻറ്റു 2z അല്ലെ. എ റൈസ് ടു 4xy റൈസ് ടു 2z എന്ന് പറയുമ്പോൾ എ റൈസ് ടു 4xy ഇൻറ്റു 2z എന്ന് പറയുമ്പോൾ എന്താണ്? എ റൈസ് ടു 8xyz ഈസ് ഈക്വൽ ടു എ ആണല്ലോ. എ റൈസ് ടു 8xyz ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എന്റെ പവറിൽ ഒന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ലെ. എന്റെ പവറിൽ 8xyz ഈസ് ഈക്വൽ എന്താണ്? എന്റെ പവറിലുള്ള ഒന്നിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ 8xyz അല്ലെ. ഈ 8xyzഉം ഈ പവറിലുള്ള രണ്ട് സംഖ്യകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ 8xyz ഈസ് ഈക്വൽ ടു 1. ദെൻ ചോദിച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻ ഉള്ളത് xyzന്റെ വാല്യൂ ആണ്. സോ xyz ഈസ് ഈക്വൽ ടു എന്താടാ? 1 ഡിവൈഡഡ് ബൈ 8 അല്ലെ. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? Then next question. If x square plus 1 by 16 x square is equal to 19 by 2, then the value of 2x minus 1 by 2x ആണ്. ഇതാണ് കാണേണ്ടത്. 2x minus 1 by x അല്ലേ. നമ്മള് ഒരു കാര്യം കൂടെ പറയാം. നമുക്കറിയാം x പ്ലസ് 1 by x is equal to k ആണെങ്കിൽ x square plus 1 by x square is equal to k square minus 2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. k square minus 2. ഇൻ കേസ് ഇവിടെ എക്സ് ഒറ്റക്കല്ലാന്ന് വിചാരിച്ചോ. അതായത് എക്സിന്റെ ഒരു കോയിഫിഷ്യന്റ് എ, ഇവിടുത്തെ എക്സിന്റെ കോയിഫിഷ്യന്റ് ഒരു ബി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ ഈ 2a അല്ലെ, ആദ്യത്തെ എക്സിന്റെ കൂടെ കോയിഫിഷ്യന്റ് എ ആണ്. ദെൻ ഇവിടുത്തെ കോയിഫിഷ്യന്റ് എന്താണ്? 1 by b ആണ് അല്ലെ. 2a into 1 by b. ഓക്കെ, ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻ കേസ് ഇനി നിങ്ങളോട് പറയാണ് എക്സ് പ്ലസ് 1 by x is equal to k ആണ്. നമുക്കറിയാം x ക്യൂബ് മൈനസ് 1 by x ക്യൂബ് പ്ലസ് 1 by x ക്യൂബ് is equal to നമുക്ക് എന്തറിയാം? k ക്യൂബ് മൈനസ് 3k എന്നറിയാം അല്ലെ. k ക്യൂബ് മൈനസ് 3k എന്നറിയാം. ഇനി നിങ്ങളോട് പറയാണ് ഇത് എക്സ് അല്ല, ഇവിടെ ഒരു ax ഉണ്ട്, ഇവിടെ ഒരു bx ഉണ്ടെന്ന് വിചാരിച്ചോ. ax പ്ലസ് 1 by bx is equal to k ആണെങ്കിൽ ax ക്യൂബ് അല്ലെ. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമുക്ക് ax-ന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ bx-ന്റെ ഹോൾ സ്ക്വയർ ഉണ്ടാവും അല്ലെ. ദെൻ അതുപോലെ ഇവിടെ എന്തുണ്ടാവും? ax-ന്റെ ഹോൾ ക്യൂബ്, ദെൻ ഇവിടെ എന്തുണ്ടാവും? bx-ന്റെ ഹോൾ ക്യൂബ്. ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് kന്റെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇയാളെ കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ 3k into a into 1 by b. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. കോയിഫിഷ്യൻസ് ഇതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആദ്യത്തെ കേസിൽ 2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ മറ്റൊരുത്ത് എന്ത് ചെയ്യണം? ക്യൂബിന്റെ കേസിലാണെങ്കിൽ 3ന്റെ കൂടെ 3kന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ 2x മൈനസ് 1 by x ആണ് അല്ലെ. 2x മൈനസ് 1 by x ആണ് ക്വസ്റ്റ്യൻ.
2x minus 1 by x 2x minus 1 by 2x is equal to k ആണെങ്കിൽ നമുക്കറിയാം 4x square plus 1 by 4x square is equal to എന്തായിരിക്കും? k square minus 2 ആയിരിക്കും. സോറി, k square plus 2 ആയിരിക്കും അല്ലേ? അതിന് കാരണം എന്താടാ? ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞു, ഇവിടെ 2 2 ശരിക്കും കോഎഫിഷ്യൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തുണ്ടാവും ശരിക്ക്? ഇവിടെ ആക്ച്വലി 2 into 2/2 ഉണ്ടാവും അല്ലെ? ഈ രണ്ടും സെയിം കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? 2 2 കട്ട് ചെയ്ത് പോയി ബാക്കി ഉണ്ടാവും k square plus 2 ഉണ്ടാവും അല്ലെ? k square plus 2 ഉണ്ടാവും. Then 2x minus 1 by x. ഇവിടെ നോക്കുക, x square plus, ക്വസ്റ്റ്യൻ എന്താണ്? x square plus, ക്വസ്റ്റ്യൻ ഉള്ളത് x square plus 1 by 16 x square is equal to 19/2 എന്നുള്ളതാണല്ലോ. Then ഞാൻ ഇവിടെ 16x square അല്ലെ, ഇവിടെ വെറും x square, ഇവിടെ 19/2. എനിക്ക് അറിയാവുന്ന എന്താണ്? രണ്ട് ടേംസിലും അല്ലെ, 2x minus 1 by x ആണെങ്കിൽ എനിക്ക് എന്താ ചെയ്യാം? ഇയാളുടെ സ്ക്വയർ ഇയാളുടെ സ്ക്വയർ ആ രീതിയിൽ അറിയാം അല്ലെ? സോ ഇവിടെ ഞാൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ എനിക്ക് പറ്റൂല. സോ അപ്പൊ എന്ത് ചെയ്യും? ഈ 16 പോകും. സോ ഞാൻ എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ആക്കാൻ വേണ്ടി എന്താണ് പറഞ്ഞത്? അല്ല, ഇവിടെ 2x minus 1 by x ആടാ. 2x plus 1 by x equal to k ആണെങ്കിലാണ് എന്ത് വരുന്നത്? 4x square plus 1 by 4x square k square plus k square minus 2 വരുന്നത്. 2x minus 1 by 2x ചോദിച്ചിട്ട് നിങ്ങളോട് 4x square plus 1 by 4x square ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ x minus 1 by x k ആണ്. x minus 1 by x k ആണെങ്കിൽ x square plus 1 by x square എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് k square plus 2 ആണ്. ഓക്കെ, ദെൻ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? മൊത്തത്തില് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യണം? ഈക്വൽ ടു ഇപ്പുറത്തും 4 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആൻസറിൽ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ദെൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ടൈം 4x square പ്ലസ് 1/16x square ഞാൻ 1/16 4 കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 1/4 ആയി മാറും. 1/4x square ഈ ഈക്വൽ എന്ത് വരും? ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു 2 വരും. 19 into 2 എന്താ? 19 into 2 38 അല്ലെ? സോ 4x square plus 1/4x square, അതായത് ക്വസ്റ്റ്യൻ പ്രകാരം ക്വസ്റ്റ്യൻ എനിക്ക് എന്ത് കിട്ടി? 4x square plus 1/4x square is equal to 38 എന്ന് കിട്ടി. കാരണം എന്താണ്? 2x minus 1 by 2x ആണ്. ഇവിടെ നോക്കടാ, ഈ തന്നിരിക്കുന്ന എന്താണ്? ഈ 38 എന്താണ് ശരിക്ക്? k square plus 2ന്റെ വാല്യൂ ആണ് അല്ലെ? k square plus 2 ആണ് എന്ത്? 38. k square plus 2ന്റെ വാല്യൂ ആണ് 38. ദെൻ ഈ തന്നിരിക്കുന്ന 38 എന്താണ്? തന്നിരിക്കുന്ന 38 എന്ന് പറഞ്ഞാൽ k square plus 2 ആണ് അല്ലെ? k square plus 2 ആണ് 38. ദെൻ k square എന്താ? k square എന്ന് പറയുമ്പോൾ 38 minus 2 എന്ന് പറയുമ്പോൾ 36. ദെൻ k എന്താണ്? k എന്ന് പറയുമ്പോൾ √36 ആയിരിക്കും. ആൻസർ എന്താ? 6 അല്ലെ? ആക്ച്വലി k എന്താണ്? k എന്ന് പറഞ്ഞാൽ 2x minus 1 by 2x എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ്? 2x minus 1 by 2x. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഒന്നുമില്ല, ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, 2x minus 1 by 2x, അതായത് ഇതാണ് ഇക്വേഷൻ അല്ലെ? x minus 1 by x k ആണെങ്കിൽ x square plus 1 by x square എന്താ? k square plus 2 ആണ്. ഇനി ഇതേ സംഭവം x plus 1 by x k ആണെങ്കിലോ? ദെൻ x square plus 1 by x square is equal to എന്താണ്? k square minus 2 ആണ് വരുന്നത്. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. നേരത്തെ ആരാണ് ആവണി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? x minus 1 by x k ആണെങ്കിൽ x square plus 1 by x square എന്താ? k square plus 2 ആണ് വരുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇവിടെ മൈനസ് തന്നെയാണ്, ഇവിടെ മൈനസ് തന്നെയാണ്. സോ ഇവിടെ എന്ത് വരും? പ്ലസ് വരും. എപ്പം? ഇവിടെ പ്ലസ് വരും x square plus 1 by x square ആണെങ്കിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ x minus 1 by x നിങ്ങൾക്ക് കിട്ടി. x minus 1 by x നിങ്ങൾക്ക് k ആണെന്ന് അറിയാന്നുണ്ടെങ്കിൽ x plus 1 by x എങ്ങനെ കാണൂടാ? x plus 1 by x എന്ന് വെച്ച് കഴിഞ്ഞാൽ √k square plus 4 ആണ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ വേറെ ആക്കി എഴുതി തരാം. ഇവിടെ നോക്കാം. ഇഫ് x plus 1 by x k, then x minus 1 by x is equal to √k square minus 4 ആണ്. അതുപോലെ തന്നെ if x minus 1 by x is equal to k, then എന്താണ്? then x plus 1 by x is equal to √k square plus 4. രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്കുക. ഒരു ഇക്വേഷൻ, then രണ്ടാമത്തെ ഇക്വേഷൻ.
വേണ്ട എന്താണ് എക്സ് പ്ലസ് 1/x ആണ് ചോദിച്ചത് തന്നിരിക്കുന്നത്. ദെൻ എക്സ് മൈനസ് 1/x ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 1/x ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4, മൈനസ് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ്. ഓക്കെ, ദെൻ എക്സ് മൈനസ് 1/x തന്നു. ദെൻ എക്സ് പ്ലസ് 1/x ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് എന്താണ് റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4 അല്ലെ? റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4ഉം റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4ഉം പ്ലസ് 4 വരുന്നത് എക്സ് പ്ലസ് 1/x ചോദിക്കുമ്പോൾ, മൈനസ് 4 വരുമ്പോൾ മൈനസ് 4 വരുന്നത് എക്സ് മൈനസ് 1/x ചോദിക്കുമ്പോൾ ആ രണ്ട് ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തിനാണ് എക്സ് പ്ലസ് 1/x എക്സ് മൈനസ് 1/x? ഇവിടെ നോക്കടാ, എക്സ് സ്ക്വയർ പ്ലസ് 1/x എക്സ് മൈനസ് 1/x തന്നു കഴിഞ്ഞാലും എക്സ് പ്ലസ് 1/x അല്ലെ, എക്സ് മൈനസ് 1/x തന്നു കഴിഞ്ഞാലും എക്സ് പ്ലസ് 1/x തന്നു കഴിഞ്ഞാലും ഞാൻ എഴുതുന്ന ഇക്വേഷൻ എന്തിനാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിനും എക്സ് സ്ക്വയർ പ്ലസ് 1/x അല്ലെ, രണ്ട് തന്നു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിലാണ് ഞാൻ എഴുതിയത്. പക്ഷെ എനിക്ക് ഇൻ കേസ് എന്നോട് ചോദിക്കുകയാണ് എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ ചോദിക്കുകയാണെങ്കിലോ അല്ലെ, ഇവിടെ നമ്മളിവിടെ എഴുതിയൊക്കെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ, ഇവിടെ എഴുതിയ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് പ്ലസ് 1/x ഇൻറ്റു എക്സ് മൈനസ് 1/x ആണ് എന്ത്? എക്സ് മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് 1/x ആണ് എന്ത്? എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ. സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ കാണാൻ പറ്റും. എങ്ങനെ? എക്സ് പ്ലസ് 1/x ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? എക്സ് മൈനസ് 1/x കാണണം. എക്സ് മൈനസ് 1/x എങ്ങനെ കാണും? ഇതാക്കണം ഇവിടെ എക്സ് മൈനസ് 1/x റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4 ആണ്. സോ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും കൂടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ കാണാൻ പറ്റും. ഇനി അതല്ല നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താണ് തന്നിട്ടുള്ളത്? എക്സ് മൈനസ് 1/x ആണെങ്കിൽ എന്നിട്ട് എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് മൈനസ് 1/x നിന്നും ഞാൻ എന്ത് ചെയ്യണം? ആദ്യം എക്സ് പ്ലസ് 1/x കാണണം അല്ലെ, എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4. സോ ഈ എക്സ് മൈനസ് 1/x എനിക്ക് ഓൾറെഡി അറിയുന്നതുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച എക്സ് പ്ലസ് 1/x എന്റെ കയ്യിലുണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എന്തായി മാറി? എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് മെത്തേഡുകൾ, ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, രണ്ടല്ല കുറച്ചധികം ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു ഇക്വേഷൻ ദെൻ ഇതിന്റെ സെയിം ഫോം അല്ലെ, എക്സ് മൈനസ് 1/x കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ അല്ലെ, എക്സ് മൈനസ് 1/x കെ ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1/x എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിന്റെ ഇക്വേഷൻസ് ആ സെയിം സംഭവമാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്തത്. 2x മൈനസ് അല്ലെ, 2x മൈനസ് 1/x 2x ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് എക്സ് മൈനസ് 1/xന്റെ ഫോമിലാണ് ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്നത്. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2x മൈനസ് 1/x കെ ആണെങ്കിൽ 4x സ്ക്വയർ പ്ലസ് അതായത് രണ്ട് ടൈംസിനെ സ്ക്വയർ അല്ലെ, എക്സ് മൈനസ് 1/x ഇതിന് രണ്ട് ടൈംസിനെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ 1/x സ്ക്വയർ. സോ 2x മൈനസ് 1/2x ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 1/4x സ്ക്വയർ ഈക്വൽ എന്താണ്? കെ സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതാണ് ഇക്വേഷൻ. സോ കെ സ്ക്വയർ പ്ലസ് 2ന്റെ വാല്യൂ ആണ് ആക്ച്വലി എന്ത് നമുക്ക് ഈ ക്വസ്റ്റിനെ റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന 38 അല്ലെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെ കാണാൻ പറ്റും. ആക്ച്വലി കെ എന്താണ് ഇവിടെ? കെ എന്ന് പറഞ്ഞാൽ 2x മൈനസ് 1/2x ആണ്. സോ ചോദിച്ചത് അത് തന്നെ ആയിരുന്നു. ദെൻ ആക്ച്വലി എന്താണ് കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2x മൈനസ് 1/2x എന്ന് പറയുമ്പോൾ എന്താണ്? 6 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞല്ലോ ഈ എത്രയാണ് 16 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 16 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ഓൾമോസ്റ്റ് 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോരോ ഇക്വേഷൻസ് പറയുന്നുണ്ട് അല്ലെ. അപ്പം എനിക്ക് തോന്നുന്നു 16-ലധികം ഇക്വേഷൻസ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഇക്വേഷൻസ് കംപ്ലീറ്റ് നിങ്ങൾ എഴുതി വെക്കുക. അറിയാത്തതാണെങ്കിൽ എഴുതി വെക്കുക, പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതല്ലാതെ ഈ പറഞ്ഞ ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഓൾജിബ്ര എന്നുള്ളത് അല്ലെ. ഓൾജിബ്ര ഒരുപാട് നിങ്ങളോട് പറഞ്ഞ കാൽക്കുലേഷൻ ലെവലിലേക്ക് പോകുകയല്ല ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് RRB NTPC ഞാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാൽക്കുലേഷനേ ഇവർക്ക് വേണ്ട. കാൽക്കുലേഷൻ ഇൻ കേസ് അവർ കാൽക്കുലേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് ഡിജിറ്റുകളും ഡിജിറ്റ് സമ്മുകളൊക്കെ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ടത് നമുക്കറിയുന്ന ഇത്തരം കുറച്ച് ഫാൻസി ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇതിന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ കിട്ടി വാല്യൂ പുട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി അതായത് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അതായത് ഇത്തരം എക്സാംസിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ CGL അടക്കം അങ്ങനെ തന്നെയുള്ളത്. CGLന്റെയും നമ്മൾ പറഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ CGL എന്ന് പറഞ്ഞാൽ SSCയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഓൾജിബ്ര എന്നുള്ള പാർട്ടിനകത്ത് നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആരതി ആൻസർ പറഞ്ഞു റൂട്ട് 13. ബാക്കി ആളുകൾ കിട്ടിയോ?
x is equal to 1 by x minus 3 where x greater than 0, then the value of x plus 1 by x എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാണ് അല്ലേ? വീണ്ടും റീഅറേഞ്ച് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് മൈനസ് 3 ഈക്വൽ ടു എനിക്ക് 1 ബൈ എക്സ് എഴുതാൻ പറ്റും. കാരണം എന്താ? ഇവിടെ ഡിനോമിനേറ്ററിനകത്തുള്ള ആളെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ഇവിടെ ന്യൂമറേറ്ററിനകത്തുള്ള ആളെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ എക്സ് 1 ബൈ എക്സ് ആയി മാറും, എക്സ് മൈനസ് 3 മുകളിലേക്ക് കയറും. സോ എക്സ് മൈനസ് 3 ഈക്വൽ ടു 1 ബൈ എക്സ്. ദെൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ്, അതായത് ഇവിടെ ഉള്ള ഈ -3 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 ആവും. ഈ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? -1 ബൈ എക്സ് ആവും. സോ എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ചെയ്ത സമയത്ത് എന്തായി മാറി? ആക്ച്വലി ഇവർക്ക് ഇങ്ങനെ തരായിരുന്നു, പക്ഷെ ഇങ്ങനെ തരുന്നതിന് പകരം അവരെന്ത് ചെയ്തു? ജസ്റ്റ് മാറ്റിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 3 എന്നുള്ളതാക്കി. സോ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോം ആണിത്. എന്താണ്? എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് അല്ലെ? എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ വാല്യൂ കെ ആണെങ്കിൽ എനിക്കറിയാം എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ്, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4 അല്ലെ? റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4. ദെൻ ഇവിടെ എന്ത് വരും? ഈ പറഞ്ഞ കെന്റെ സ്ഥാനത്ത് ഇവിടെ ആരുണ്ട്? 3 ഉണ്ട് അല്ലെ? ദെൻ എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്താണ്? കെന്റെ സ്ഥാനത്ത് 3 ആണ്. 3 സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 9 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 9 4 13 റൂട്ട് 13 അല്ലെ? ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഅറേഞ്ച്മെന്റ് ആട്ടോ. ഈ കംപ്ലീറ്റ് ചാപ്റ്ററും, ഈ ചാപ്റ്ററിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അവരെന്ത് ചെയ്യുന്നത്? റീഅറേഞ്ച്മെന്റ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. റീഅറേഞ്ച്മെന്റ് ആണ് മെയിൻ. ഓക്കെ, ബാക്കി സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യ്. വൺ ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x square minus 19x plus 88 is equal to 0 is 8. Then what is the other root? പെട്ടെന്ന് ചെയ്തോ. ആൻസർ പറയ്. ഓപ്ഷൻ ബി ആരതി, ഗോപിക, വെരി ഗുഡ്. അല്ല ഇവിടെ നോക്കുക, ഇതെന്താണ്? ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 19x-ഉം 88-ഉം. ഇവിടെ ഈ സംഭവം ഈ ഒരു ഫോമിൽ ഉണ്ടെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഫോമിൽ ഉണ്ടെങ്കിൽ ഇതെന്താണ് ശരിക്കും? ഇത് ഇത് റൂട്ടുകളുടെ അല്ലെ? ഈ 90 എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട്സ് ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ 88 എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ആണ് എന്ത്? നമ്മുടെ 88 ആണല്ലോ. സം ഓഫ് ദി റൂട്ട്സ് ആണ് 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -19 ആണ്. സോ -19 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പ്രൊഡക്റ്റുകൾ, രണ്ട് റൂട്ടുകൾ എ ബിയും ബിയും ആണെങ്കിൽ ഇവിടെ എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 19 ആണ്. എന്ന് പറഞ്ഞാൽ 19/1. ഓക്കെ, 19/1 ഈസ് ഈക്വൽ ടു -19 ഉണ്ട്. -19 ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? 19 ആണ്. ദെൻ എ ബി എന്താണ്? എ ബി എന്ന് പറയുമ്പോൾ 88 ആണ്. 88/1 എന്ന് പറയുമ്പോൾ 88. സോ സമ്മ് 19-ഉം പ്രൊഡക്റ്റ് 88-ഉം, സമ്മ് 19-ഉം പ്രൊഡക്റ്റ് 88-ഉം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? എക്സ് മൈനസ്, ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? എക്സ് മൈനസ് രണ്ട് സംഖ്യകൾ എന്തൊക്കെയാണ് ഇപ്പോ? 19, അതായത് സമ്മായിട്ട് 19-ഉം പ്രൊഡക്റ്റ് ആയിട്ട് 88-ഉം വരുന്നത് എന്താണ്? 11-ഉം 8-ഉം അല്ലെ? 11 8 ആണ്. സോ 11 and 8 ആണ് എന്ത്? നമ്മുടെ റൂട്ടുകൾ. സോ നമുക്ക് എന്തിനു എഴുതാം? എക്സ് മൈനസ് 11 ഇൻറ്റു എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ? ആക്ച്വലി ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 11 ഇൻറ്റു എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. ദെൻ എന്ത് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? എക്സ് മൈനസ് 11 ഈസ് ഈക്വൽ ടു 0 അല്ലെ?
എക്സ് മൈനസ് 11 ഈസ് ഈക്വൽ 0 എന്ന് പറയുമ്പോൾ എക്സ് 11 എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. ആൻഡ് ഇവിടുന്ന് എടുക്കുമ്പോൾ എക്സ് മൈനസ് 8ഉം 0 ആവാം. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താവാം 8 ആവാം അല്ലെ. സോ രണ്ട് സൊല്യൂഷൻസ് ഉള്ളത്, എക്സ് ഈസ് ഈക്വൽ ടു 11 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 8. അവർ പറഞ്ഞു ക്വസ്റ്റിനകത്ത് ഓൾറെഡി ഒരു സൊല്യൂഷൻ എന്താണ്, ഒരു റൂട്ട് എന്താണ് 8 ആണ്, ദെൻ രണ്ടാമത്തെ റൂട്ട് എന്താണ് 11 ആണ്. അല്ലെ? എന്താണ് ഗോപിക? സം 19, വൺ നമ്പർ 8, അതർ നമ്പർ 11. അതെ. യെസ്. സോ ഒന്നെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഇതിൽ ഏതാണ് റൂട്ട് എന്നുള്ളതാണ്. എടാ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സിന് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ, അതായത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളതല്ലേ. ഇവിടെ ഈ പറഞ്ഞ 19x² അല്ലെ, x² മൈനസ് 19x പ്ലസ് 88 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷന്റെ കയ്യിലുണ്ട്. അവിടെ ഒരു റൂട്ട് 8 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് കാണുന്നിടത്തൊക്കെ നിങ്ങൾക്ക് 8 കൊടുക്കാം. അപ്പൊ ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ 0 വരുന്നുണ്ട്. ഇനി ഒരു റൂട്ട് അതാണ്. രണ്ടാമത്തെ റൂട്ട് എന്താ? രണ്ടാമത്തെ റൂട്ടാണ് ഈ പറഞ്ഞ ഓപ്ഷനകത്ത് തന്നിരിക്കുന്ന 13, 11, 17, 12 എന്നുള്ളത് അല്ലെ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ആ വാല്യൂസ് ഇതിനകത്ത് കൊടുത്താൽ മതി. കണ്ടീഷൻസ് എവിടെയാണോ ഈക്വൽ ടു 0 വരുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇവിടെ 13 കൊടുക്കുകയാണെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 19² മൈനസ് 19 into 13 പ്ലസ് 88. ഇത് ആൻസർ 0 ആണോ വരുന്നത് നോക്കുക. 0 ആണെങ്കിൽ എന്തായിരിക്കും? അതായിരിക്കും ഒരു റൂട്ട്. ഇവിടെ നോക്ക്, 19² എന്താ 169, സോറി 13² 169 മൈനസ് 19 into 13 എന്ന് പറയുമ്പോൾ എന്താണ് 247 അല്ലെ, 247 ആണ്. 247 പ്ലസ് 88 അല്ലെ, 169ഉം 88ഉം 160ഉം 80ഉം 240, 249ഉം 8ഉം 257 മൈനസ് 247 ഇതെന്താ വരുന്നത്? 257 മൈനസ് ആണ്. സോ ഒരു ആൻസർ വരുന്നത് ഇവിടെ 10 ആണ്. സോ ഒരിക്കലും എന്തല്ല 0 അല്ല അല്ലെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ എ അല്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? അടുത്തത് എക്സിന് 11 കൊടുക്കുക അല്ലെ, 11² മൈനസ് 19 into 11 പ്ലസ് 88. ഇതിന്റെ ആൻസർ 0 ആണെങ്കിൽ ഇതായിരിക്കും റൂട്ട്. ഇവിടെ നോക്ക്, 11² എന്താ 121 മൈനസ് 19 into 11 എന്ന് പറയുമ്പോൾ എന്താണ് 209 അല്ലെ, പ്ലസ് 88, 121ഉം 88ഉം ഇവിടെ 209 അല്ലെ, 209 മൈനസ് 209 അല്ലെ, 209 മൈനസ് 209 is equal to ഇത് 0 ആണ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ എന്തായിരിക്കും? ഇതായിരിക്കും റൂട്ട് അല്ലെ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലെ, ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, ഓപ്ഷനകത്ത് നിന്ന് തിരിച്ചങ്ങോട്ട് പോവാൻ നോക്കുക അല്ലെ, അതും ഒരു മെത്തേഡാണ്. ഓക്കെ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പോളിനോമിയല് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ളൊരു പോളിനോമിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, സം ഓഫ് ദി റൂട്ട്സ് രണ്ട് റൂട്ടുകൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ, ഇഫ് റൂട്ട്സ് ആർ ആൽഫ ബീറ്റ, ദെൻ സം ഓഫ് ദി റൂട്ട്സ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ അല്ലെ. സം ഓഫ് ദി റൂട്ട്, രണ്ട് റൂട്ടുകൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ സം എന്താണ്? മൈനസ് ഓഫ് ബി ബൈ എ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിന്റെ കോയിഫിഷ്യന്റ് മൈനസ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് മൈനസ് ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ x² കോയിഫിഷ്യന്റ് അല്ലെ, മൈനസ് ഓഫ് ബി ബൈ എ. ഇനി അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്, റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കുക, സി ഡിവൈഡഡ് ബൈ എ, കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ x² കോയിഫിഷ്യന്റ്, സി ഡിവൈഡഡ് ബൈ എ. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അറിയാത്ത ആളുകൾ. ax² പ്ലസ് bx പ്ലസ് സി എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കയ്യിലുണ്ടെങ്കിൽ, റൂട്ടുകൾ ആൽഫയും ബീറ്റയും ആണെങ്കിൽ ഇവിടെ നോക്കുക, സം ഓഫ് ദി റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് ഓഫ് ബി ബൈ എ. അതിന് ആൾസോ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്താണ്? ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ഓക്കെ.
Then next question. If alpha and beta are the roots of the zeros of the polynomial, f of x is equal to x square minus 5x plus k such that alpha minus beta is equal to 1, then find the value of k. K ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അതായത് സീറോസ് ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ആണ് കേട്ടോ. സീറോസ് ഓഫ് ദി പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നുമില്ല, റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ ആണ്. ഓക്കെ, ദെൻ ആൽഫയും ബീറ്റയും ആണ് റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ. അവിടെ ആൽഫ മൈനസ് ബീറ്റന്റെ വാല്യൂ, അതായത് ഡിഫറൻസ് ഓഫ് റൂട്ട്സ് എന്താണ്? 1 ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പെട്ടെന്ന് കണ്ടോ. ആൻസർ 6. ആവണി ഇവിടെ നോക്കടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. യെസ്, ഗോപിക, ആരതി. ദെൻ ഇവിടെ നോക്കുക. ഇവിടെ നമുക്കറിയാം ആൽഫയും ബീറ്റയും ആണ് റൂട്ട് എന്നുണ്ടെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ നമുക്ക് സം ഓഫ് ദി റൂട്ട്സ് എന്താണ്? സം ഓഫ് ദി റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ്, അല്ലെ? ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, അല്ലെ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളതാണ് എന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ സം ഓഫ് ദി റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ, അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് ഓഫ് ബി ബൈ എ. ഞാൻ ഒട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെ? കുറച്ച് മുമ്പാണ് പറഞ്ഞത്. മൈനസ് ഓഫ് ബി ബൈ എ, സം ഓഫ് ദി റൂട്ട്സ്. ഇവിടെ നോക്കടാ, ഈ എക്സ് ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ? ഇവിടെ -5 ആണ്, അല്ലെ? സോ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? മൈനസ് ഓഫ് -5 ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള 1 എന്ന് പറയുമ്പോൾ എന്താണ്? സം ഓഫ് ദി റൂട്ട്സ് എന്താണ്? 5 ആണ്. സം ഓഫ് ദി റൂട്ട്സ് എന്താണ്? 5 ആണ്. സം ഓഫ് ദി റൂട്ട് 5 ആണ്. ദെൻ നമുക്കറിയാം ഡിഫറൻസ് ഓഫ് ദി റൂട്ട്, അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ, സം ഓഫ് ദി റൂട്ട്സ് 5 ആണ്. ദെൻ ഡിഫറൻസ് ഓഫ് ദി റൂട്ട് എന്താണ്? ആൽഫ മൈനസ് ബീറ്റ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1. ദെൻ നമുക്കറിയാം ഒരു രണ്ട് വാല്യൂസ്, അല്ലെ? എന്താ പറയാ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സിയും എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഡിയും ആണെങ്കിൽ ജസ്റ്റ് ഓർത്തിരിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു സമ്മും ഡിഫറൻസും. സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് സെയിം സംഖ്യകൾ തമ്മിൽ സമ്മും ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലെ ഒരു സംഖ്യ, അതിൽ വലിയ സംഖ്യ കാണണമെങ്കിൽ സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2 ആൻഡ് വൈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ ആളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി മൈനസ് ഡി ബൈ 2, അല്ലെ? സമ്മിന്റെ ഹാഫ്, ഡിഫറൻസിന്റെ ഹാഫ്. സോ ഇവിടെ ആൽഫ കാണണമെങ്കിൽ ആൽഫ എന്ത് ചെയ്യണം? 5 പ്ലസ് 1, അല്ലെ? ഇതുപോലെ തന്നെ സി പ്ലസ് ഡി, ഇവിടെ എന്താണ്? 5 പ്ലസ് 1 ബൈ 2 എന്ന് പറയുമ്പോൾ 6 ബൈ 2 ഇസ് ഈക്വൽ ടു 3. ദെൻ ബീറ്റ കാണണമെങ്കിൽ ബീറ്റ എന്താണ്? ഇവിടെ രണ്ടാമത്തെ ആൾ എന്താണ്? സി മൈനസ് ഡി ബൈ 2 എന്ന് പറയുമ്പോൾ ഡിഫറൻസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? 5 മൈനസ് 1, അല്ലെ? 5 മൈനസ് 1 ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 4 ബൈ 2 എന്ന് പറയുമ്പോൾ 2. സോ രണ്ട് റൂട്ടുകൾ എന്തൊക്കെയാണ്? ആൽഫ 3യും ബീറ്റ 2. ചോദിച്ചാൽ എന്താ? ദെൻ ദ വാല്യൂ ഓഫ് കെ, അല്ലെ? നമുക്ക് കാണേണ്ട എന്താണ്? രണ്ട് റൂട്ടുകൾ കിട്ടി. ദെൻ കാണേണ്ട എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് പറ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഏതെങ്കിലും ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷനകത്ത് കൊടുത്താൽ മതി, അല്ലെ? ഇനി അതല്ലെങ്കിൽ ഒന്നിക്ക് എന്ത് ചെയ്യാം? ഈ 3യോ അല്ലെങ്കിൽ 2ഓ നമ്മുടെ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി, അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ കൊടുത്താൽ മതി. എന്നിട്ട് അത് ഈക്വൽ ടു 0 ആക്കിയാൽ മതി, അല്ലെ? എക്സിലെടുത്തൊക്കെ 3 കൊടുക്കുക, അല്ലെങ്കിൽ എക്സിലെടുത്തൊക്കെ 2 കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ ആൻസർ കിട്ടും. അതല്ലെങ്കിൽ ഇവിടെ നോക്കുക എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്താടാ? പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? നമ്മുടെ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കെ ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. കെ ബൈ എക്സ് സ്ക്വയർ കോയിഫിഷ്യന്റ് എന്താ? 1 ആണ്, കെ, അല്ലെ? ആൻസർ ഇസ് ഈക്വൽ ടു കെ. സോ പ്രൊഡക്റ്റ് എന്താണ്? കെ ആണ്. ഈ കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ്? കെ ഇസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? കെ ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽഫ എന്ന് പറയുമ്പോൾ 3 ആണ് ആൻഡ് ബീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. ഇതായിരിക്കും കെ. സോ കെ ഇസ് ഈക്വൽ ടു എന്താണ്? 6, അല്ലെ? കെ ഇസ് ഈക്വൽ ടു 6. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ?
അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാം ഈ 3യും 2 എന്താണ് ഓരോരോ റൂട്ടുകളാണ് അല്ലെ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈക്വൽ 0 വരും. ദെൻ ഈ പറഞ്ഞ x² 5x പ്ലസ് കെ x² - 5x പ്ലസ് കെയില് എക്സിലോടത്തൊക്കെ 3 കൊടുക്കുക. ദെൻ ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ കെന്റെ വാല്യൂ കിട്ടും. അതല്ലെങ്കിൽ എക്സിലോടത്തൊക്കെ 2 കൊടുക്കുക, അവിടെ ഈക്വൽ എന്താ എക്സിലോടത്തൊക്കെ 2 കൊടുത്ത് ഈക്വൽ 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, ഇതിന്റെ വാല്യൂസ് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the sum of the square of the root of the polynomial x² plus 8x plus 18x 15x is 34, then the value of k. പെട്ടെന്ന് ചെയ്തോ. Sum of the square of the root of the polynomial. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ 2 റൂട്ടുകൾ ഉണ്ടാവും. ദെൻ 2 റൂട്ടുകൾ, ഒന്ന് ആൽഫയും മറ്റേത് ബീറ്റയും ആണെങ്കിൽ ചോദിച്ചാൽ എന്താണ്, റൂട്ട് സ്ക്വയർ ഓഫ് ദി റൂട്ട് അല്ലെ എന്ന് പറയുമ്പോൾ ആൽഫയും ബീറ്റയും റൂട്ടുകളാണെങ്കിൽ സ്ക്വയർ ഓഫ് ദി റൂട്ടിന്റെ സമ്മ് അല്ലെ, സമ്മാണ് ചോദിച്ചത്. സോ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തെന്നുള്ളതാണ് ചോദിച്ചത്. ദെൻ സം ഓഫ് ദി സമ്മ് എന്നുള്ള 34 ആണ് തന്നിട്ടുണ്ട് അല്ലെ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ 34 ആണ്. ദെൻ വാല്യൂ ഓഫ് ദി കെ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് കണ്ടോ, ആൻസർ കമന്റ് ചെയ്യ്. ഇവിടെ നോക്ക്, ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ, സം ഓഫ് ദി റൂട്ട്സ് എന്താ, സം ഓഫ് ദി റൂട്ട്സ് എന്താ, നമ്മുടെ എക്സിന്റെ കോയിഫിഷ്യന്റ് അതിന്റെ മൈനസ് അതിന്റെ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നമ്മുടെ എന്താണ് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ് -8 അല്ലെ. ദെൻ അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ്, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് 15k അല്ലെ. 15k ആണ് എന്ത് ആൽഫ ബീറ്റ അല്ലെ. ആൽഫ പ്ലസ് ബീറ്റ -8ഉം ആൽഫ ബീറ്റ എന്നുള്ളത് 15kയും വരും അല്ലെ. ദെൻ ചോദിച്ചത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റയുടെ ഹോൾ സ്ക്വയർ അല്ലെ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇവിടെ പറയും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -8 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ 64 അല്ലേ അല്ലെ. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൽഫ പ്ലസ് ബീറ്റയുടെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ 64. ദെൻ ഇതെന്താണ്, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ഇസ് ഈക്വൽ എന്താണ് 64 ആണ് അല്ലെ. ഇവിടെ നോക്ക്, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്താ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 34 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ 34 ആണ്. സോ ഇത്രയും ഭാഗം 34 ആണ്. ദെൻ 34 പ്ലസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താടാ, ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 15k ആണ് അല്ലെ. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 15k ആണ്. സോ 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്താ 15k അല്ലെ. 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ 15k ഈസ് ഈക്വൽ ടു എന്താണ് 64 ആണ്. സോ 34 പ്ലസ് 30k ആണെന്ത് 64. ദെൻ 30k എന്താണ്, 30k ഈസ് ഈക്വൽ 64 മൈനസ് 34 അല്ലെ. 64 മൈനസ് 34 ഈസ് ഈക്വൽ ടു എന്താടാ 30 അല്ലെ. ദെൻ 30k ഈസ് ഈക്വൽ ടു 30 ആണ്. 30k ഈസ് ഈക്വൽ ടു 30. ദെൻ k എന്താണ്, k ഈസ് ഈക്വൽ ടു 30/31 അല്ലെ. ഓപ്ഷൻ എ ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണ്. അതായത് ആ റൂട്ട് അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് ദി റൂട്ടും പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ടും വെച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് കംപ്ലീറ്റ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് പ്രാക്ടീസ് ആട്ടോ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു വിത്തിൻ 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാക്ടറൈസേഷൻ ഓഫ് x² പ്ലസ് 11xy പ്ലസ് 24y². വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യ്, 10 സെക്കൻഡ്. ഫസ്റ്റ് അപ്പ്. ആരാദ്യം ആൻസർ ചെയ്യാ? ആദ്യം ആര് പറയും?
സി, ബി, 2-3 ആൻസർ ഒക്കെ ഉണ്ടോ? സി ആണ് മെജോറിറ്റി അല്ലേ? ഓക്കെ, ഇവിടെ നോക്കുക. എടാ ഇവിടെ എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ പോരെ? ക്വസ്റ്റ്യൻ നോക്കെന്താണ്, എല്ലാം പ്ലസ് ആണ് അല്ലെ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എന്താണ്, രണ്ട് സംഗതി, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ ഇങ്ങനെ ഈ രീതി നമുക്ക് എന്ത് പറ്റും, രണ്ട് റൂട്ടുകളുടെ പ്രൊഡക്റ്റ് എക്സ് മൈനസ് ഒരു സംഭവം ഇൻറ്റു എക്സ് മൈനസ് സംഭവം എന്നുള്ള രീതി എന്താ പറ്റും, എഴുതാൻ പറ്റും അല്ലെ? സോ ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ എല്ലാം സമ്മാണെങ്കിൽ, അതായത് പ്ലസ് ആണെങ്കിൽ അല്ലെ, സിഗ്നേച്ചർ എന്താണ്, സൈൻ എന്താണ്, പ്ലസ് ആണ്. സോ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്ത് എന്തേ വരുള്ളൂ, നമുക്ക് പ്ലസ് എല്ലാ ടൈമും പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും പ്ലസ് വരണം അല്ലെ? സോ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ സി അല്ലെ? ഇനി ഇവിടെ നോക്ക്, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സർ ഇവിടെ രണ്ടിടത്തും മൈനസ് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവില്ല എന്നുള്ളത്. ഇവിടെ നോക്കടാ, ഇവിടെ എങ്ങനെയാണ് മൈനസ് വരാനുള്ള ചാൻസ്? -8y ഇൻറ്റു എക്സ് ആണ് ഒരു ടൈം വരിക അല്ലെ? അടുത്ത എന്താണ് വരിക, -3y ഇൻറ്റു എക്സ് ആണ്. എന്ന് പറയുമ്പം -8y ഉം അടുത്ത് -3y ഉം അല്ലെ? മൈനസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്തായി, 11xy, -11xy ആണ് അവിടെ വരിക അല്ലെ? -11xy ആണ് വരിക. പക്ഷെ നമുക്ക് എന്താ ഇവിടെ ഉള്ളത്, +11xy ആണ്. ഇനി മറ്റേ നിങ്ങൾ ഈ പ്ലസ് വരുന്ന എങ്ങനെ ഉണ്ടാവുക, -8y ഇൻറ്റു -3y. അവിടെ നിങ്ങൾ എന്തായിരിക്കും, അവിടെ പ്ലസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും, 8y ഇൻറ്റു 3y എന്ന് പറയുമ്പോൾ 24y². അവിടെ +24y² ആയിരിക്കും. പക്ഷെ മറ്റേ എന്തായിരിക്കും, മറ്റേതൊക്കെ മൈനസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ എന്താണ്, 8x + 8y ഇൻറ്റു x + 3y. ആൻസർ എന്താണ്, x + 8y ഇൻറ്റു x + 3y. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് കണ്ടിട്ട് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇക്വേഷൻസ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റണില്ലെങ്കിൽ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ എക്സിനും വൈക്കൊക്കെ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ട്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവിടെ ഏറ്റവും എളുപ്പം എന്താണ്, ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അല്ലെ? അത് കണ്ടാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ പ്ലസ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ എന്തെങ്കിലും കൊടുത്തിട്ട് ആൻസർ ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ മെത്തേഡുകൾ ഇതിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. If 2x minus 1 is a factor of 2x raised to 4 minus 7x³ plus x plus k is equal to 0, then find the value of k. ഇവിടെ ax² plus bx plus c is equal to 0 എന്നുള്ളൊരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇഫ് എന്താ പറയാ, x-1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പോളിനോമിയലിനെ അതായത് ax² plus bx plus c എന്നുള്ളൊരു പോളിനോമിയലിനെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ x-1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റിമൈൻഡർ കാണാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന എന്താണ്, x-1. സോ x-1 is equal to 0 കൊടുക്കുക, then x എന്താണ്, 1 ആണ് അല്ലെ? സോ ഈ x1 എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, x1 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അപ്പൊ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിന്റെ റിമൈൻഡർ. ഓക്കെ, x പുട്ട് x is equal to 1 അല്ലെ? പുട്ട് x is equal to 1. ഇനിയിപ്പോ ഇത് x - a എന്നുള്ള ടൈമിൽ പറയുകയാണെങ്കിൽ, x is equal to a അല്ലെ? x is equal to a, ഇത് ജനറൽ ഇക്വേഷൻ ആക്കി പറയണമെന്നുണ്ടെങ്കിൽ x is equal to a കൊടുത്താൽ മതി അല്ലെ? x is equal to a എവിടെ കൊടുക്കുക, നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് x കാണുന്നിടത്തേക്ക് a കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ കിട്ടുന്നതായിരിക്കും റിമൈൻഡർ. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ റിമൈൻഡർ എപ്പോഴാണ് ഉണ്ടാവുന്നത് അല്ലെ? റിമൈൻഡർ ഉണ്ടാവുന്നത് ഫാക്ടർ ഇല്ലാതാവുമ്പോഴാണ് അല്ലെ? അതായത് 4നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിമൈൻഡർ 1 കിട്ടുന്നുണ്ട് അല്ലെ? റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇവിടെ കോയിഫിഷ്യന്റ് ആയിട്ട് 2 വരും അല്ലെ? 2 ദെൻ അപ്പോഴും റിമൈൻഡർ എന്ത് ചെയ്യുന്നുണ്ട്, 1 വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇനി ഇതൊക്കെ പോയിട്ട് ഞാൻ പറയാണ്, ഒരു 15നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അവിടെ പൂർണ്ണമായിട്ടും ഈ 5 പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ 5 × 3 15 ആണ്. സോ റിമൈൻഡർ 0 ആണ്. സോ ഈ പറഞ്ഞ കേസിൽ ഇവിടെ ഈ 5 എന്താടാ, ഈ 5 15ന്റെ ഒരു ഫാക്ടർ ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആണ് അല്ലെ? റിമൈൻഡർ 0 എന്ന് പറയുമ്പോൾ എന്താണ്, ഫാക്ടർ ആണ്. ഇവിടെ 5 ഈ 2 എന്നുള്ളത് എന്തല്ല, 2 എന്ന് പറഞ്ഞാൽ 5ന്റെ ഫാക്ടർ അല്ല. 2 എന്നുള്ള 5ന്റെ ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അവിടെ എന്തായി, റിമൈൻഡർ ബാക്കി വന്നു. ഓക്കെ,
ഇവിടെ ഈ 3 എന്നുള്ളത് 4ന്റെ ഫാക്ടർ അല്ല. സോ അവിടെ എന്ത് വന്നു? അവിടെയും റിമൈൻഡർ വന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആവുന്ന കേസിൽ എന്തായിരിക്കും? ആ പറഞ്ഞ നമ്മുടെ ഡിവിസർ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഒരു ഫാക്ടർ ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഡിവിസർ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി ഇവിടെ ചോദിച്ചാൽ എന്താണ്? 2x - 1 ഈസ് എ ഫാക്ടർ. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ റിമൈൻഡർ കണ്ടാൽ മതി. റിമൈൻഡർ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യന് വേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലെ. റിമൈൻഡർ 0 ആണെങ്കിൽ ഇവിടെ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്? ഫാക്ടർ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എങ്ങനെ ഏർപ്പെടുന്ന റിമൈൻഡർ കാണും? ഇവിടെ നോക്ക് 2x - 1 ഈസ് ഈക്വൽ 2x - 1 ഈസ് ഈക്വൽ ഞാൻ 0 കൊടുത്തു. ദെൻ x ഈസ് ഈക്വൽ എന്താണ്? 1/2 ആണ്. ദെൻ ഇനി റിമൈൻഡർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇവിടെ ഈ കാണുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്താൽ മതി? 1/2 എന്ന് കൊടുത്താൽ മതി. സോ 2x⁻4 - 7x³ + x + k എന്നുള്ളതാണ്. ഇതാണ് എന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഞാൻ ഇവിടെ എക്സ് കാണുന്നിടത്തൊക്കെ 1/2 കൊടുക്കുകയാണ്. സോ x ഈസ് ഈക്വൽ ടു 1/2 വന്നു കഴിഞ്ഞാൽ 2 × 1/2⁴ മൈനസ് 7 × 1/2ന്റെ ക്യൂബ് പ്ലസ് 1/2 പ്ലസ് എന്ത് വരും? k എന്ന് വരും അല്ലെ. പ്ലസ് k എന്ന് വരും. ഇനി 2 × 1/2⁴ എന്താണ്? 16 ആണ് അല്ലെ. 1/16 മൈനസ് 7 × 1/8 പ്ലസ് 1/2 പ്ലസ് k അല്ലെ. ഇതായിരിക്കും ഇതിന്റെ റിമൈൻഡർ വരുന്നത്. ദെൻ ഇവിടെ എന്ത് വരും? 2ഉം 16 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/8 ദെൻ 7/8 അല്ലെ. 1/8 - 7/8 എന്ന് പറയുമ്പോൾ എന്താണ്? റിമൈൻഡർ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 1 - 7 എന്താ? -6. സോ -6/8 പ്ലസ് 1/2 പ്ലസ് k അല്ലെ. ഇതാണ് റിമൈൻഡർ വരുന്നത് അല്ലെ. റിമൈൻഡർ വരുന്നത് എന്താണ്? -6/8 പ്ലസ് 1/2 പ്ലസ് k. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ × 4 ചെയ്തു. ഇവിടെയും × 4 ചെയ്തു. ആൻസർ എന്തായി മാറി? -6/8 പ്ലസ് 4/8 പ്ലസ് k എന്ന് പറയുമ്പോൾ എന്ത് വരും? -6 + 4 എന്ന് പറയുമ്പോൾ -2/4 അല്ലെ. -2/8 -2/8 പ്ലസ് k എന്ന് പറയുമ്പോൾ എന്താണ്? -1/4 പ്ലസ് k എന്ന് വരും അല്ലെ. ഇനി പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇതാണ് റിമൈൻഡർ അല്ലെ. ഇതാണ് എന്ത്? ഈ കണ്ടതാണ് നമ്മൾ റിമൈൻഡർ എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് എ ഫാക്ടർ എന്നുള്ളതാണ് അല്ലെ. ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും അല്ലെ. സോ ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ദെൻ നമുക്ക് എന്ത് പറയാം? ഫാക്ടർ ആണ്. therefore റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ എന്നുള്ളത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ -1/4 പ്ലസ് k എന്നുള്ളത് 0 ആയിരിക്കും. സോ k എന്താടാ? k എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും അല്ലെ. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഫാക്ടർ ആണ്. therefore റിമൈൻഡർ 0 ആണ്. എന്ന് പറഞ്ഞാൽ -1/4 പ്ലസ് k is equal to 0. then k എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. സെറ്റ് ആണല്ലോ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. if the polynomials 4x³ plus ax² minus 3x plus 1 and x⁴ plus x³ minus x² plus 6 leave the same remainder when each is divided by x plus 1. okay, x plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. x plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആണ്. ഓക്കെ, സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ ഒരു പോളിനോമിയൽ ഉണ്ട്, ഇവിടെ ഒരു പോളിനോമിയൽ ഉണ്ട്. ഈ രണ്ട് പോളിനോമിയലിന്റെയും റിമൈൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. റിമൈൻഡർ സെയിം ആണെന്നുള്ള നമുക്ക് രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാൻ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. സോ റിമൈൻഡർ ദെൻ റിമൈൻഡർ ഇൻ ഫസ്റ്റ് കേസ്. ഈ ഒരു ഇക്വേഷന്റെ റിമൈൻഡർ എന്താ? ഈ ഒരു ഇക്വേഷന്റെ റിമൈൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? x plus 1 is equal to 0 കൊടുക്കണം അല്ലെ. x plus 1 is equal to 0. then x എന്താണ്? x -1 ആണ്. ഇനി ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? റിമൈൻഡർ കാണണം. എന്താണത്? 4x³ 4 × -1ന്റെ ക്യൂബ് പ്ലസ് a × -1ന്റെ സ്ക്വയർ മൈനസ് 3 × -1 പ്ലസ് 1 അല്ലെ. പ്ലസ് 1 ഇതാണ് എന്ത്? ഇനീഷ്യൽ കേസിലുള്ള ഫസ്റ്റ് പോളിനോമിയലിന്റെ റിമൈൻഡർ എന്നുള്ളത്. ദെൻ
-1ന്റെ ക്യൂബ് എന്താണ്? -1ന്റെ ക്യൂബ് -1 ആണ്. സോ -4 പ്ലസ് ഇവിടെ -1ന്റെ സ്ക്വയർ എന്താ? +1 ആണ്. സോ എ മൈനസ് ഓഫ് 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്താണ്? +3 +1 അല്ലെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? -4 +3 +1 എന്താണ്? 4 -4 +4 എന്ന് പറയുമ്പോൾ എ ആണ് അല്ലെ. -4 +4 +a എന്ന് പറയുമ്പോൾ എ തന്നെ. ദെൻ ഇനി സെക്കൻഡ് കേസിൽ എന്താ വരുന്നത്? x⁴. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്? എക്സിന് -1 കൊടുക്കുകയാണ്. സോ ഇവിടെ എന്ത് ചെയ്യും? x⁴ -1⁴ പ്ലസ് -1 ക്യൂബ് മൈനസ് -1ന്റെ സ്ക്വയർ +6 അല്ലെ. ഇതാണ് എന്ത്? സെക്കൻഡ് കേസിലുള്ള റിമൈൻഡർ. ദെൻ -1ന്റെ സ്ക്വയർ എന്താ? -1ന്റെ സ്ക്വയർ +1 ആണ്. ദെൻ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും? -1⁴ എന്ന് പറയുമ്പോൾ 1 അല്ലെ. പ്ലസ് -1ന്റെ ക്യൂബ് എന്താ? -1 തന്നെ. ദെൻ -1ന്റെ സ്ക്വയർ എന്താ? -1ന്റെ സ്ക്വയർ +1 ആണ്. സോ -1 ദെൻ +6 അല്ലെ. ദെൻ 1 -1 പോയി. ദെൻ 6 - 1 എന്താ? 5 ആണ് അല്ലെ. ആൻസർ ഇവിടുത്തെ റിമൈൻഡർ, രണ്ടാമത്തെ കേസിലെ റിമൈൻഡർ 5 ആണ്. നമ്മളോട് പറഞ്ഞാൽ എന്താ? സെയിം റിമൈൻഡർ അല്ലെ. രണ്ട് കേസിലും സെയിം റിമൈൻഡർ ആണ് എന്ന് പറഞ്ഞാൽ എ എന്തായിരിക്കണം? 5 ആയിരിക്കണം അല്ലെ. കാരണം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എ ഇസ് ഈക്വൽ ടു 5. ചോദിച്ചാൽ എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? Then next question. If 3a plus 4b is equal to 2 and ab is equal to 1/36, then 27a cube plus 64b cube. കണ്ടോ? 3a plus 4b is equal to 2. 3a plus 4b is equal to 2 ആണ്. ഓക്കെ. Then ഇവിടെ നോക്കുക, x plus y യുടെ ഹോൾ ക്യൂബ് എന്താണ്? x³ plus y³ plus 3xy into x plus y എന്നുള്ളതാണ്. 3xy into x plus y. x plus y ന്റെ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? x³ plus y³ plus 3xy into x plus y. ഇവിടെ നമുക്കറിയാം ഈ 37 അല്ലെ. 3a ക്യൂബ് എന്താണ്? 27a ക്യൂബ് ആണ് അല്ലെ. ഇവിടെ 4bയുടെ ക്യൂബ് എന്താണ്? 64b ക്യൂബ് ആണ്. സോ ചോദിച്ചത് എന്താണ്? ഇതിന്റെ ഡയറക്റ്റ് ക്യൂബ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ പകരം ഞാൻ 3a എന്നും ഈ വൈന്റെ പകരം ഞാൻ 4b എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 27a ക്യൂബ്. ഇവിടെ എന്തായിരിക്കും? 64b ക്യൂബ് അല്ലെ. ചോദിച്ചാൽ എന്താണ് ശരിക്ക്? x³ plus y³ ആണ് അല്ലെ. ദെൻ x³ plus y³ ആണ് ക്വസ്റ്റ്യൻ. x³ plus y³ എങ്ങനെ കാണും? ഇവിടെ നോക്കടാ, x³ plus y³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x plus y-യുടെ ഹോൾ ക്യൂബ് മൈനസ് 3xy into x plus y. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. x plus y into x plus y-യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3xy ആണെന്ത്? x³ plus y³. ക്ലിയർ അല്ലേ? x³ plus y³ എന്താണ്? x plus y into x plus y-യുടെ ഹോൾ സ്ക്വയർ മൈനസ് 3xy. ഇനി ഇവിടെ നോക്ക്, നമ്മൾ കാണേണ്ട എന്താണ്? x³ plus y³ ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? x plus y-യുടെ ഹോൾ ക്യൂബ്. x plus y എന്താ? x plus y എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലെ. സോ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ദെൻ അടുത്തെന്താണ്? x plus y-യുടെ ഹോൾ സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സും വൈ എന്താണ്? എക്സും വൈയും നമ്മുടെ 3aയും 4bയും ആണ്. സോ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു xy എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു ab എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 4 ഇൻറ്റു ab എന്നുള്ളതാണ്. സോ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ഇവിടെ 4 മൈനസ് 3 ഇൻറ്റു 4 ദെൻ ab എന്താ? 1/36 അല്ലെ. ദെൻ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 4 36, ദെൻ 36 ഡിവൈഡ് ബൈ 36 എന്താണ്? 1 ആണ്. സോ 2 ഇൻറ്റു 4 മൈനസ് 1 അല്ലെ. 2 ഇൻറ്റു 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു 2. ആൻസർ എന്തായിരിക്കും? 6 അല്ലെ. ആൻസർ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താണ്? 6. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ?
പറഞ്ഞ ക്ലിയർ ആണോടാ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താണ്, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ്, ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സംഭവം എന്ത് ചെയ്യുക, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മളെ ബേസിക് ഇക്വേഷൻ തന്നെയാണ് ഇതൊക്കെ അല്ലെ. കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 24 അല്ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ 25 ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച ഇക്വേഷൻസ് മാത്രമാണ്. അതിന്റെ റീഅറേഞ്ച്മെന്റും അതിൽ നിന്ന് റിവേഴ്സ് പോകുന്നത് മാത്രമാണ് എന്ത് നമ്മൾ ക്വസ്റ്റ്യനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യനകത്ത് ആഡ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ വെറുതെ ആഡ് ചെയ്തതല്ല, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ക്വസ്റ്റ്യൻ PDF ഓഫ് കോഴ്സ് അത് ഷെയർ ചെയ്യാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തോ. x plus 81 by x is equal to 18 where x greater than 0, then find the value of x square plus 162 by the x square ആട്ടോ. ഇവിടെ വരുന്നത് x square ആണ്, 162 by x square ആണ്. പെട്ടെന്ന് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Question B. വെരി ഗുഡ്. എടാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എവിടെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് റെയിൽവേക്ക് ചോദിച്ചിട്ടുണ്ട്, CGL ചോദിച്ചിട്ടുണ്ട്, അതല്ലാതെയും പല കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 2a. ഈ ഒരു ഫോമിൽ നിങ്ങൾ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടം ക്വസ്റ്റ്യൻ വാച്ച് ചെയ്യണമെന്ന് മാത്രം. ഈ ഫോമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എക്സിന് എ കൊടുത്താൽ മതി അല്ലെ, എക്സിന് എ കൊടുത്താൽ മതി, അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, എക്സിന് എ കൊടുക്കുക, ആൻസർ കാണാം. ഓക്കെ, ഒന്നും നോക്കണ്ട, എക്സ് പ്ലസ് എ സ്ക്വയർ. ഇനി ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ എന്താണ്, എ സ്ക്വയർ. ഇതെന്താണ്, ഇതൊരു സ്ക്വയർ ടൈം ആണ് എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്വയർ അത്, ഇത് 9ന്റെ സ്ക്വയർ ആണ് അല്ലെ, 9 സ്ക്വയർ ആണ് അല്ലെ. ദെൻ ഇതെന്താണ്, 18 എന്താണ്, 18 എന്ന് പറഞ്ഞാൽ 2 × 9 ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായി മാറും, എ എന്ന് പറഞ്ഞാൽ 9 ആയി മാറും. ക്ലിയർ അല്ലേ, എ എന്ന് പറഞ്ഞാൽ 9 ആയി മാറും. സോ എക്സ് പ്ലസ് എ സ്ക്വയർ ബൈ എക്സ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് എ അല്ലെ, കറക്റ്റ് അല്ലേ, കാരണം 2 ടൈംസ് ഓഫ് എ ആണ് എന്ത് 18. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട, എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരിക, എക്സ് ഈസ് ഈക്വൽ ടു എ കൊടുക്കുക, എക്സ് ഈസ് ഈക്വൽ ടു 9 കൊടുക്കുക, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 9. ദെൻ ഇവിടെ എന്ത് വരും, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനകത്ത് എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ 9 സ്ക്വയർ അല്ലെ, 9 സ്ക്വയർ പ്ലസ് ദെൻ അടുത്ത എന്താണ് 162 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 9 സ്ക്വയർ ദെൻ എന്ന് പറയുമ്പോൾ ആൻസർ എന്തായി, ആൻസർ 81 പ്ലസ് 162 ഡിവൈഡഡ് ബൈ 81 എന്ന് പറയുമ്പോൾ എന്താവും, 81 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 83. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ ഇതിനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ, എക്സ് സ്ക്വയർ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 36 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഒരു 12. ഓക്കെ, എക്സ് പ്ലസ് 36 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 12. ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പം നമുക്കിത് കണ്ടാ അറിയാം, ഇവിടെ എന്താണ്, ഇവിടെ എക്സിന് 9 കൊടുത്തു, ഇതെന്താണ്, ഇവിടെ 9 പ്ലസ് 81 ബൈ 9 എന്താ, ഇത് 9 ആണ്, 9 പ്ലസ് 9 18 അല്ലെ. സോ ആ സെയിം കണ്ടീഷനാണ് ഇവിടെയും. ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും, പെട്ടെന്ന് പറയാം, എക്സ് സ്ക്വയർ പ്ലസ് 1. ഇവിടെ കാണേണ്ടത്, ഇവിടെ എക്സിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യാം. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ ഞാൻ എക്സിന് കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും, ഈ ക്വസ്റ്റ്യനകത്ത് എക്സ് പ്ലസ് 36 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 12 ആണെങ്കിൽ എക്സിന് കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും. യെസ്, വെരി ഗുഡ് റോഷൻ. ഓക്കെ, വെരി ഗുഡ്. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരണം, നമുക്കറിയാം ഇതെന്താണ്, ഇതൊരു എ സ്ക്വയർ ആണ്, ഇതൊരു 2 × എ ആണ്. ഇവിടെ എ എന്താണ്, എ എന്ന് പറയുമ്പോൾ 6 ആണ് അല്ലെ. സോ ഇവിടെ എന്തായിരിക്കും, 6 പ്ലസ് 36 ബൈ എക്സ് എന്ന് പറയുമ്പോൾ 6 പ്ലസ് 6 എന്താണ് 12. സോ എക്സിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്,
6 ആണ്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എണ്ണം കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ ആകെ എത്ര മാത്രം ഓർത്താൽ മതി, എക്സ് പ്ലസ് എ സ്ക്വയർ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 2a എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകെ എക്സിന് എന്ത് ചെയ്താൽ മതി, എ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ പോണ്ട. ദെൻ ക്വസ്റ്റിനകത്ത് അവർ എന്തോ ചോദിച്ചോട്ടെ, അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിലെടുത്തൊക്കെ ആ പറഞ്ഞ എന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തു. ദെൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ നോക്കിയത് എത്ര ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല. പക്ഷെ ഉള്ളതൊക്കെ എന്താണ്, ഇക്വേഷൻ ബേസ്ഡ് ആണ്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് എന്താണ്, ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇക്വേഷനെ നിങ്ങൾ തറവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഈ സെയിം ഇക്വേഷൻ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന മാക്സിമം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സമയമുണ്ട് അല്ലെ, ഒരുപാട് സമയം നിങ്ങളെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽസ് എന്തുണ്ടോ, ഏത് സമയത്ത് എക്സാം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ലാസ്റ്റ് വീക്കിൽ എന്താ ഞാൻ നോക്കിയ സമയത്ത്, ലാസ്റ്റ് അല്ല കുറച്ച് മുന്നേ, ഒരു 10 ആ സമയത്ത്, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് വലിയ ഡീറ്റെയിൽസ് ഇതിനെ കുറിച്ച് വന്നിട്ടില്ല അല്ലെ. നിലവിൽ ഇപ്പൊ ലാസ്റ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇനി ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ. ആരാണ് ആകാശ്, അപ്ഡേറ്റ്സ് ഒന്നും കാണുന്നില്ല. എന്തായാലും എക്സാം നടക്കാതിരിക്കൂല, അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് അല്ലെ. എക്സാം നടക്കാതിരിക്കൂല, പക്ഷെ ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഒരു എക്സാം എന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങളത് എപ്പോൾ തന്നെ, ഞങ്ങൾ നാളെ എക്സാം നടത്തണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാലും ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ആ എപ്പോൾ നടത്തി കഴിഞ്ഞാലും നിങ്ങൾ അതിന് എന്താ ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് കണ്ടന്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അവർ എക്സാം അവർ എന്നോ വിളിച്ചോട്ടെ. സോ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. മാത്സ് നമ്മളിപ്പം മാത്സിന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അഡ്വാൻസ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ തീർത്തിട്ടുണ്ട്. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ ത്രൂ ഔട്ട് ഞാൻ എടുത്തത് എന്താണ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഒരേ ടൈപ്പ് 2, 3, 4 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് അല്ലെ. കാരണം നമുക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എന്ത് ചെയ്തത്, അവർ ഈ പറഞ്ഞ സമയത്തിനെ കുറിച്ച് ഒരു ബൗണ്ടറി നമുക്ക് ഇല്ലാതായത്. നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് കറക്റ്റ് ഫിക്സ്ഡ് ടൈം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഏകദേശം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ കോഴ്സ് തീരും, അതോടൊപ്പം നേരെ എക്സാമിലേക്ക് കടക്കും എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല. മേ ബി റീസെന്റ് എന്താ പറയാ, കുറച്ച് കാലം കൊണ്ട് തന്നെ, അധികം താമസിയാതെ തന്നെ എന്ത് ചെയ്യും, എക്സാം വിളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സോ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദെൻ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അതിന് പരിഹാരം കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. റെയിൽവേന്റെ അകത്ത് നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആണ്. പ്രീവിയസ് ഇയർ ബേസ്ഡ് ആണ് അതിന്റെ മെറ്റീരിയലകത്ത് നിന്ന് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഒരു എന്താ പറയുക സഡൻ റിവിഷന് വേണ്ടിയിട്ടുള്ളതാണിത്. അല്ലാതെ ഒരിക്കലും എന്തല്ല നിങ്ങൾ എല്ലാം കവർ ചെയ്യുന്നുള്ളതല്ല. ഒരു സഡൻ റിവിഷൻ, പഠിച്ച ഒരാൾക്ക് സഡൻ റിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽസ്, നമ്മുടെ ഈ ക്ലാസ്സുകളും മതിയാവുന്നതാണ്. സോ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക, മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇക്വേഷൻസ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറഞ്ഞ ഓൾജിബ്ര മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ അഡ്വാൻസ് മാത്സ് കംപ്ലീറ്റ് എന്താണ്, ഇക്വേഷൻസ് ബേസ്ഡ് ആണ്. ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ CGL പോലെ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീവ് എക്സാംസ് പോലെ ഒരിക്കലും എന്തല്ല ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളുടെ എനിക്ക് തോന്നുന്നില്ല അതൊരു നിങ്ങളുടെ ഒരു എന്താ പറയാ IQ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്നുള്ളത്. IQ ലെവൽ നല്ല ആളുകൾ നല്ല IQ ലെവൽ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ ഇതൊരിക്കലും IQ ലെവൽ ചെക്ക് ചെയ്യാനുള്ള എക്സാം അല്ല. നിങ്ങൾ അത് പേടിച്ച് പാനിക് ആവേ വേണ്ട. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ള സ്കില്ല് മാത്രമാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റൻസ് റിവൈസ് ചെയ്യുക. എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 2 or 3 ടൈംസ് കണ്ടിരിക്കണം എക്സാമിന് പോകുന്നതിന് മുന്നേ. എക്സാം വിളിക്കുക, ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ റെഡി ആയിരിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക. വീണ്ടും ഞാൻ പറയാണ്, മാക്സിമം എഫേർട്ട് ഇടുക. എഫേർട്ട് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പഠിച്ച് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അപ്പം ഇത്ര സമയം കേട്ടിരുന്നതിന് എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ഒരു ഗ്രേറ്റ് താങ്ക്സ് പറയാണ്. ആൻഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഞാൻ വെൽക്കം ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.